മാഷാ അല്ലാ, നല്ല ഓത്തട്ടാ. ഓക്കെ മക്കളപ്പം നമ്മളെ ക്ലാസ് തുടങ്ങട്ടോ. അൽഹംദുലില്ലാഹ്. നമ്മള് പൊതുപരീക്ഷയ്ക്ക് വേണ്ടി ഉന്നതമായ മാർക്ക് വാങ്ങുന്നതിന് വേണ്ടി അല്ലേ, ആ ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളൊക്കെ. ഇങ്ങനെ ഓരോ ദിവസവും വൈകുന്നേരം ഷാർപ്പ് ടൈമിൽ തന്നെ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നല്ല കുട്ടികളാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ നല്ല ഇൽമ്, നാഫിയായ ഇൽമിനെ കരസ്ഥമാക്കാനും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകണം. നമ്മുടെ മാതാപിതാക്കളും നമ്മൾ വിട പറഞ്ഞു പോയ ആളുകൾ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. മാതാപിതാക്കന്മാർ മറ്റുള്ള എല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടു കൂടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മൾ ലീവായിരുന്നു അല്ലേ? നിങ്ങളൊക്കെ ആരൊക്കെ സിയാറത്തിന് പോയിരുന്നു? നിങ്ങൾ മദ്രസയിൽ പോയിരുന്നോ? ഈ പ്രാവശ്യം സിയാറത്തൊക്കെ പോയിരുന്നോ? സിയാറത്തിനൊക്കെ പോയിരുന്നോ? അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോയിരുന്നോ? നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? കുറെ കുട്ടികളൊക്കെ പോയിട്ടുണ്ടാവും. ഇന്നലെ അതേപോലെ ഉസ്താദിന് അൽഹംദുലില്ലാഹ് ഇന്നലെ ഞങ്ങൾ മദർസയിൽ നിന്ന് അങ്ങനെ ഒരു സിയാറത്ത് പോയതായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ലീവാക്കിയത്. ഇൻഷാ അല്ലാഹ് ചെറിയ ഗ്യാപ്പ് ഉണ്ടാണ് നല്ലതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് കുറഞ്ഞ ദിവസങ്ങളെ, ഒരു മാസവും കുറച്ച് ദിവസങ്ങളാണ് പരീക്ഷയ്ക്ക് ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഉഷാറായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും എന്ന് ഉസ്താദ് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് തജ്വീദ്, ഇനി തജ്വീദും ലിസാൻ ഖുർആനാണ് നമ്മൾ തുടങ്ങി വെച്ചത് അല്ലേ? ലിസാൻ ഖുർആൻ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച കംപ്ലീറ്റ് ആയിട്ട് ലിസാൻ ഖുർആൻ ആയിരുന്നു. അതുകൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അത് കുറച്ചും കൂടി നമുക്ക് പറയാനുണ്ട് അല്ലേ? കുറച്ച് ഭാഗം കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിസാൻ, നമ്മുടെ തജ്വീദ് ആണല്ലേ? തജ്വീദ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യണം? ഇനി എത്ര പാഠം ബാക്കിയുണ്ടെന്ന് പറയാൻ മക്കളെ. നമ്മൾ 11 പാഠം വരെ നോക്കിയില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എത്ര പാഠം ബാക്കിയുണ്ട്? 14 പാഠമാണല്ലോ. അപ്പൊ നമുക്ക് 12, 13, 14 അല്ലേ? വെറും ഒരു 3 പാഠങ്ങളാണ് നമുക്ക് കാര്യമായിട്ട് ഇനി നോക്കാനുള്ളത്. ആ 3 പാഠങ്ങളിൽ തന്നെ 12ഉം 13ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 14 ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്ന അല്ലെ ഒരു അവസാനത്തെ ചാപ്റ്റർ ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു 2-3-4 വരിയിലെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു വലിയൊരു പ്രാർത്ഥനയാണ് അല്ലെ? ഖത്മുൽ ഖുർആന്റെ ദുആണ് പിന്നെ 14ാമത്തെ പാഠത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ദുആ ഇതുവരെ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടൊന്നുമില്ല. അത് വലിയൊരു ദുആണ്. അത് എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ നമ്മൾ മനഃപ്പാഠമാക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാവും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ ഖത്മുൽ ഖുർആനൊക്കെ തീർക്കുമ്പോൾ നമുക്ക് ആ ദുആ ഓർമ്മ ഉണ്ടാവണം. ഈ ദുആ നമ്മൾ എല്ലാവരും നോട്ട് ചെയ്തിട്ടാ. ഏതായിരുന്നാലും നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പാഠം 12 ആദാബ് മുസ്തമിൽ ഖിറാഅ അല്ലെ? ഖിറാഅത്ത് ശ്രദ്ധിച്ച് കേൾക്കുന്ന അതിന്റെ അടവുകൾ അല്ലെ? ഖുർആൻ ഓതലും അത് കേൾക്കലും പഠിക്കലും പഠിപ്പിക്കലും ഒക്കെ പുണ്യമുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് 12, 13, 14 ഈ പാഠഭാഗങ്ങൾ വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ എന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചർച്ച ചെയ്തിട്ട് നമുക്ക് തജ്വീദ് അവസാനിപ്പിച്ച് ബാക്കിയുള്ള സമയം ഉണ്ടെങ്കിൽ നമുക്കത് നമുക്ക് എന്ത് ചെയ്യാം? ലിസാൻ ഖുർആൻ കൂടി കുറച്ച് നമുക്ക് ചർച്ച ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. നിങ്ങൾ തയ്യാറല്ലേ? നിങ്ങൾക്ക് മൈക്ക് ഒരു പക്ഷെ മുട്ടായിരിക്കും അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. എന്താ വെച്ചാൽ നമ്മൾ ക്ലാസ്സിന്റെ നടത്തിപ്പ് നമുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ചില സമയങ്ങളിൽ ഓപ്പൺ ആക്കി തരാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് ഉസ്താദ് പറയാൻ കേൾക്കണ്ടാവും വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ നമ്മളെന്ത് ചെയ്യാണ്? നമ്മളൊരു നേരത്തെ പറഞ്ഞിരുന്നില്ലേ, പാഠങ്ങൾ എടുത്ത് പോവല്ല, നമ്മൾ പഠിച്ചതിന് നമ്മൾ എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക. അതിലൂടെ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യുക. പ്രധാന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ച് തരിക. ഇതാണ് ഇൻഷാ അല്ലാഹ്. ഇന്നത്തോടു കൂടെ തജ്വീദും ലിസാനും നമുക്ക് എന്ത് ചെയ്യണം? ലിസാൻ നമുക്ക് കുറച്ചുകൂടി പറയാനുണ്ട്. തജ്വീദ് ഏതായാലും ഇന്നത്തോടു കൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് തീരും. ഇതിനകത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ചർച്ച ചെയ്യണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? അങ്ങനെ നിങ്ങളെ മുമ്പിലൊക്കെ നോട്ടും പുസ്തകവും അതുപോലെ തന്നെ പെൻസില്, പേന ഇത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അതൊക്കെ മുമ്പിലില്ലേ? ഉണ്ടാവും വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ 12ാമത്തെ പാഠാണ് ചർച്ച ചെയ്യണം കേട്ടോ. കഴിഞ്ഞതൊന്നും നമ്മൾ റിവിഷൻ അടിച്ചാൽ നമുക്ക് ഇനി ഒരുപാട് ടൈം നിങ്ങളത് ഓർത്ത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നിങ്ങൾ എഴുതിയ നോട്ടുകളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതിയ ഡെയിലി നിങ്ങൾ ക്ലാസ്സിന് വരുന്നതിന് മുമ്പാണെങ്കിലും ഉറക്കത്തിൽ നിന്ന് എണീറ്റതിന് ശേഷം രാവിലെ ആണെങ്കിൽ നന്നാവും. അതുപോലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് കുറച്ച് ഉറങ്ങുന്നതിന് മുമ്പൊക്കെ നമ്മൾ എഴുതിയ പോയിന്റ് ഒക്കെ വായിക്കുകയാണെങ്കിൽ അതൊന്നും കൂടി എന്ത് ചെയ്യും? വളരെ നമുക്ക് ഉപകാരപ്രദമാവും. ഓക്കെ.
ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആദാബ് മുസ്തമിൽ ഖിറാ കേട്ടോ. ഞാൻ ആ പാഠഭാഗം ഒന്ന് വായിച്ചുതരാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കട്ടോ. ആദാബു മുസ്തമിൽ ഖിറാഅത്തി, പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആൻ പാരായണം കേൾക്കുന്നവന്റെ ചിന്തയും ശ്രദ്ധയും എവിടെയായിരിക്കണം? ഖുർആനിലായിരിക്കണം. ഈ ഖുർആൻ പാരായണം കേൾക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ പാഠത്തിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിന്റെ അദബുകൾ എന്തൊക്കെയാണെന്ന് പറയണം കേട്ടോ. അപ്പൊ ഈ ഖുർആൻ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ, ഖുർആൻ കേൾക്കുമ്പോൾ നമ്മൾ ഖുർആനിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മുടെ ചിന്തയും ഈ ഖുർആൻ അർത്ഥങ്ങളൊക്കെ അറിയണമെങ്കിൽ വളരെ ഉപകാരം. അതാണ് പറഞ്ഞത്. അത് അങ്ങനെ നമ്മൾ ഖുർആനിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയും ചിന്തയൊക്കെ ഖുർആനിലേക്കാകുമ്പോൾ എന്തൊക്കെ അതുകൊണ്ടാണ് മെച്ചം? ഈമാൻ വർദ്ധിക്കുന്നതിനും തഖ്വയും ഇസ്തിഗ്ഫാറും വഴി അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിനും അത് കാരണമാകും. മനസ്സിലാണ്ടല്ലോ? അത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. അതുപോലെ ഇതെന്തിലേക്കാണ് നയിക്കുക എന്ന് ചോദിക്കും. ഖുർആൻ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നത് എന്തിലേക്കൊക്കെ നയിക്കും? ഭയപ്പാടിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലേക്ക് അത് അവനെ നയിക്കും, അല്ലെ? അവന് പരലോക ചിന്ത വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ അവന്റെ പരലോക ചിന്ത വർദ്ധിക്കും. ആർക്കും ചോദിച്ചാലൊക്കെ അതിനനുസരിച്ച് എന്താണ്? ഖുർആന് ശ്രദ്ധിച്ച് കേൾക്കുന്നവന്, ഖുർആൻ പാരായണം കേൾക്കുന്നവന്. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ ഇതിന്നും എന്തായിട്ടുണ്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ ഉസ്താദ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് നിന്ന് വന്ന പ്രധാനപ്പെട്ട ആ പോയിന്റുകൾ നോട്ട് ചെയ്യാനുള്ളത് ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചു തന്നെ കേട്ടോ. കാണിച്ചു തരും സ്ക്രീൻ ഷെയറിലൂടെ. ഇൻഷാ അല്ലാഹ്. അവസാനത്തെ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ. അള്ളാഹു ഇതാ ഈ രണ്ടാമത്തെ പാരഗ്രാഫ് എന്നാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ പാഠഭാഗത്ത് നിന്ന് കൂടുതൽ വന്ന ചോദ്യം കേട്ടോ. അതായത് ഖുർആനിൽ തന്നെ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്താണ് ഇനി പറയാൻ പോകുന്നത്. ഇത് ഒരുപാട് പരീക്ഷ പേപ്പറിൽ എന്തായിട്ടുണ്ട്, ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതെല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. ചിലപ്പോൾ ഇത് പൂരിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എഴുതാനായിരിക്കും. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ചോദ്യം കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ പോയിന്റ്, ആയത്ത് എന്താണ്? ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. അല്ലെ? അതാണ് ആയത്ത്. അതെല്ലാവരും പഠിക്കേണ്ട ആയത്താട്ടോ. അതിന്റെ അർത്ഥം പറയാം. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങളത് സശ്രദ്ധം കേൾക്കുകയും ശാന്തരായിരിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് കാരുണ്യം വർഷിക്കപ്പെടാനായി. മനസ്സിലായല്ലോ? സൂറത്തുൽ അറാഫിലെ 2204 ആയത്താണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ആയത്ത് ഒരുപാട് ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ വേറെ ഹദീസ് ഉണ്ട് നമ്മൾ ഇതിൽ പഠിക്കാൻ. അതോടുകൂടി പാഠം കഴിഞ്ഞു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ ഓതുന്നവനും അത് കേൾക്കുന്നവനും പ്രതിഫലത്തിൽ പങ്കുകാരാണ്. അപ്പൊ നോക്കൂ, ഖുർആൻ ഒരാള് ഓതാണ്, ഓതുമ്പോൾ അവനക്ക് എഫേർട്ട് ഉണ്ടല്ലേ, ഞങ്ങൾ ഓതുക എന്ന ഒരു ആക്ടിവിറ്റി അവൻ ചെയ്യണം, അവനക്ക് ഒരു പ്രതിഫലം കിട്ടും, നമുക്ക് ഉറപ്പാണല്ലോ അല്ലെ? എന്നാൽ ഒരാൾ നല്ല ഭക്തിയോടെ ഈ ഖുർആൻ ഓതുന്നത് കേട്ട് നിൽക്കുകയാണെങ്കിലോ, അവനും അതുപോലെ എന്തുണ്ടെന്ന് പറഞ്ഞത്, ആ ഖുർആൻ ഓത്ത് ശ്രദ്ധയോട് കേൾക്കണം കേട്ടോ. നമ്മൾ എങ്ങനെയെങ്കിലും കേൾക്കല, നമ്മളിങ്ങനെ അവിടെ ഓതുമ്പോൾ ഒരാൾ കളിച്ചുകൊണ്ടിരിക്കണം, കളിക്കുമ്പോൾ അങ്ങനെ കേട്ടു അശ്രദ്ധയിൽ, അത് ആ കേൾക്കലല്ല ഉദ്ദേശിച്ചത്. ഖുർആൻ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ആ ഖുർആൻ ഓതുന്ന ആളെ പോലെ എന്തുണ്ട്, നമുക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ, നമുക്കും എന്ത് കിട്ടും? ആ ഖുർആൻ ഓതിയ ആളെ പോലുള്ള പ്രതിഫലം ഈ ഓത്ത് കേൾക്കുന്ന ആൾക്കും കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് പറഞ്ഞത്, ഇതിന്റെ വലിയ മഹത്വമുള്ള കാര്യമാണ് ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ്. അത് നമ്മളെ പാഠത്തിന്റെ ഹെഡിങ്ങിനെ ശ്രദ്ധിക്കണം. ആദാബ് മുസ്തമിയൽ ഖിറാഅ എന്നാണ് അല്ലെ? ഖിറാഅത്ത് ശ്രദ്ധിച്ച് കേൾക്കുക, അതാണ് മുസ്തമിയ എന്ന് പറഞ്ഞാല്. സാമി എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളെന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദാബ് സാമിയൽ ഖിറാഅത്തിന് എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ എന്താ ഉപയോഗിച്ചത്? ആദാബു മുസ്തമിയൽ ഖിറാഅത്തി, ഖിറാഅത്ത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുടെ മര്യാദകൾ. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് കേട്ടോ. ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഓതി കേൾപ്പിക്കാൻ, താങ്കൾക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കാൻ. ഇപ്പൊ ഓതലും ഒരാൾക്ക് ഓത്ത് കേൾപ്പിച്ചു കൊടുക്കലും ആളെ ഓത്തിന് ഭയങ്കര ശ്രദ്ധയോടെ കേൾക്കലും ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ? അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യം കൂടിയാണ് എന്ത്? ഖുർആൻ കേൾക്കുക. ഇനി ഇൻഷാ അല്ലാഹ് അതേപോലെ ഇതാണ് ഈ പാഠഭാഗത്തുള്ള ഇമ്പോർട്ടന്റ്, ഞാൻ സൂചിപ്പിച്ചല്ലോ. പിന്നെ നമുക്ക് പാഠം 13 ചില ചോദ്യങ്ങളുണ്ട്, ചില പ്രത്യേക പദങ്ങൾ അല്ലെ? ഖുർആനില് നമ്മള് സാധാരണ അറബി ഭാഷയിൽ നമ്മൾ ഉച്ചാരണത്തിലൊക്കെയുള്ള നിയമങ്ങൾക്ക് വിപരീതമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റത്തോട് കൂടി ഭാഗങ്ങളുണ്ട് ഖുർആനില്. അതാണ് ചില പ്രത്യേക പദങ്ങൾ. ഖുർആനിൽ ചില പ്രത്യേക പദങ്ങളുണ്ട്.
അത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ഉസ്താദ്മാരൊക്കെ പാഠം തീർത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അല്ല റിവിഷന്റെ സമയത്തേക്കാരും. അപ്പൊ ഏതായാലും 17ഓളം സ്ഥലങ്ങൾ, ഖുർആനിലെ 17ഓളം സ്ഥലങ്ങളിലുള്ള വ്യത്യസ്തങ്ങളായ പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഖുർആനിൽ നിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്, ഈ പാഠത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ചില വാക്കുകൾ, പരീക്ഷയ്ക്ക് ആവർത്തിച്ചെന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചർച്ച ചെയ്യണം. അപ്പൊ ഇതിൽ ഈ പാഠഭാഗം ഞാൻ വായിക്കുന്നില്ല, കാരണം ഒരുപാടുണ്ട്. നമ്മൾ വായിക്കൽ പ്രാധാന്യം നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ വന്ന ചോദ്യം മാത്രം നമുക്ക് പരിശോധിച്ചാൽ തന്നെ ഇതിൽ വരുന്ന ഏകദേശം പ്രധാനപ്പെട്ട വാക്ക് നമുക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ അവസാനത്തെ 13ാമത്തെ പാഠത്തില് നമുക്ക് ശ്രദ്ധിക്കുക, നമ്മൾ ഇത് അവസാനിക്കാൻ പോകുന്ന ഖത്മുൽ ഖുർആൻ എന്നൊരു പാഠമുണ്ട്. ആ ഖത്മുൽ ഖുർആൻ പാഠം 14 അതും ഒന്ന് ഉസ്താദ് വായിക്കട്ടോ. നിങ്ങളൊക്കെ പുസ്തകം തുറന്നോളൂ, ആ പാഠഭാഗം ഒന്ന് മറിച്ച് നോക്കുക, അത് വായിക്കണമെന്ന് ശ്രദ്ധിച്ച് കേൾക്കട്ടോ. ഓക്കെ. പാഠം 14 ഖത്മുൽ ഖുർആൻ. അപ്പൊ ഈ ഹെഡിങ്ങിന് എന്താണ്? ഖത്മുൽ ഖുർആൻ, ഖുർആൻ എന്ത് ചെയ്യുക? അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് ഈ ഖത്മുൽ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഒരാൾ ഫാത്തിഹ ഓതി, നടുവെന്നൊരു അൽക്കഫ് സൂറത്ത് ഓതി, അവസാനത്തെ സൂറത്തായാൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഓതി, അപ്പൊ നമ്മൾ ഖത്മുൽ ഖുർആൻ എന്ന് പറയാം? ഇല്ല. അപ്പൊ ഖത്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഒരാൾ ഖുർആൻ എന്ത് ചെയ്യണം? തുടക്കത്തിൽ കുറച്ച് ഭാഗം സൂറത്തുകൾ ഓതി, പിന്നീട് അവൻ അവസാന ഭാഗത്ത് നിന്ന് കുറച്ച് സൂറത്തുകൾ ഓതി, പിന്നീട് അവനക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓരോ സൂറത്തുകൾ ഓതി, അങ്ങനെ തെർത്തീബല്ലാതെ ഒരാൾ ഖുർആൻ ഓതി എങ്കിൽ അവനക്ക് ഖത്മുൽ ഖുർആൻ എന്ന് പറയാം. ഖുർആൻ ഫുള്ള് ഓതിയിട്ടുണ്ട്, പക്ഷെ അവന് ഖത്മുൽ ഖുർആൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? ഖത്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ മുതൽ, അല്ലേ, സൂറത്തുൽ ഫാത്തിഹ മുതൽ അന്നാസ് ഖുൽ അഊദു ബിറബ്ബിന്നാസ്, അതാണ് അവസാനിക്കുന്ന സൂറ, അല്ലേ? ഈ സൂറത്ത് വരെ ക്രമപ്രകാരം ഓതണം, അല്ലേ? ഇങ്ങനെ ഓതുന്ന ആളുകൾക്കാണ് എന്താ പറയാ? അങ്ങനെ ഓതി തീർക്കുന്ന ആളുകൾക്കാണ്, തീർക്കുന്ന ആ പ്രോസസ്സിനെ പ്രവർത്തിക്കണം എന്ന് പറയാം, ആ ഖുർആൻ പാരായണത്തിനാണ് എന്തെന്ന് പറയാം? ഖത്മുൽ ഖുർആൻ എന്ന് പറയാം കേട്ടോ. അത് ചോദ്യം വരാറുണ്ട്, അത് ശ്രദ്ധിക്കുക. അതാണ് ഇതിൽ പഠിക്കാനുള്ള ഒരു പോയിന്റ്. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കൊന്ന് വായിക്കാം. സൂറത്തുൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെ മുസ്ഹഫിലെ ക്രമപ്രകാരം തീർത്ത് ഓതുന്നതിന് ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? ചിലപ്പോൾ ഇനി അതിന്റെ തൊട്ടടുത്ത വരിയും പരീക്ഷയ്ക്ക് വന്നിട്ടില്ല എങ്കിലും വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തീർത്തവൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കും. അതായത് ഒരാൾ ഖത്മുൽ ഖുർആൻ ഓതി തീർത്തു, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് അങ്ങനെ ഓതിയിട്ട് മിനൽ ജിന്നത്തി വന്നാസ് വരെ ഒരാൾ ഓതി. അങ്ങനെ ഓതി കഴിഞ്ഞ ഒരാള് ഇനി ഖത്മുൽ ഖുർആൻ അടുത്തത് തുടങ്ങി വെക്കണോ വേണ്ടേ? തുടങ്ങി വെക്കുകയാണെങ്കിൽ എത്ര ഓതണം? അതാണ് ഇതിൽ പറഞ്ഞത്. ചിലപ്പോൾ ചോദിച്ചൂടായില്ല കേട്ടോ. ചോദിച്ചില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി നമ്മളെയൊക്കെ എന്താണ് റമദാൻ ഷരീഫൊക്കെ വരുന്നില്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉസ്താദും ഞാനും നമ്മളൊക്കെ എന്ത് ചെയ്യണം? ഒരു ജുസെങ്കിലും ഒരു ദിവസം ഓതുന്ന ശീലത്തിലേക്ക് വരണം. നമ്മളെ പിശാച് എന്താവില്ല, അയക്കൂല, അല്ലെ? ഇബ്ലീസ് നമ്മളെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ബിസി ആക്കിയിട്ട് നമ്മളെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കും. സ്ഥാനക്കുള്ള അനുഭവമാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ നമുക്കൊക്കെ എന്ത് ചെയ്യണം? ഒരു പ്ലാനിങ് വേണം നമ്മുടെ ജീവിതത്തിൽ. ഞാൻ എങ്ങനെ ഒരു ടാസ്ക് ആയിട്ട് നമ്മൾ ചെയ്യാം. ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഒരു ജ്യൂസ് ഓതണമെന്നില്ല. ചിലപ്പോൾ അങ്ങനെ കഴിയാത്ത കുട്ടികൾ എന്ത് ചെയ്യും? ആദ്യം ആ ഒരു പേജ് പിറ്റത്തെ ദിവസം ഞാൻ 2 പേജ് ഓതും. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? അങ്ങനെ ഒരു 10 പേജ് ഓതിയാൽ, 10 പേജ് പറഞ്ഞാല് ഒരു പേജിന്റെ അപ്പുറം ഇപ്പുറം കൂട്ടി അങ്ങനത്തെ 10 കഷ്ണങ്ങൾ ഓതിയാൽ എന്ത് ചെയ്യും? ഒരു ജുസാവും, അല്ലെ? 20 പേജ് എന്ന് കാണിക്കാം നമ്മള് ഈ നമ്പർ പ്രകാരം പോവാണെങ്കിൽ. ഓക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ, ഇങ്ങനെ തീർത്തവൻ, അതായത് നമ്മൾ ഖത്മുൽ ഖുർആൻ ഓതി കംപ്ലീറ്റ് ആയ ഒരാൾ വീണ്ടും ഫാത്തിഹ മുതൽ ഓതി അൽ ബഖറ സൂറത്തിലെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു 5 ആയത്ത്, ആ ഫസ്റ്റ് പേജ് നമ്മൾ കാണുമല്ലോ, ഫാത്തിഹയും 5 ആയത്ത് പ്രത്യേകം ഒരു ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഡിസൈൻസ് ഒക്കെ ഇത് ചെയ്തിട്ട് എല്ലാ മുസാഫിലും അങ്ങനെ ഉണ്ടാവും. ആ ഭാഗം നമ്മൾ ഓതി വെക്കണം. എന്തിന്? ഖുർആൻ അവസാനിച്ചു, ഇനി എനിക്ക് ഖുർആനോടൊരു ബന്ധമില്ല എന്ന അർത്ഥത്തിനാവരുത് എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഇനിയും ഞാൻ ഈ ഖുർആൻ ഓതും, ഈ ഖുർആൻ എനിക്ക് ഇനിയും വേണം, ഇനിയും എന്റെ ജീവിതത്തിൽ പകർത്തണം. ഇത് ഓതിയാല് മഹാന്മാർ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കണേ, നമ്മളെ വലിയ വലിയ ആലിമീങ്ങള്, നമ്മുടെ ഉസ്താദ്മാരൊക്കെ നമുക്ക് പറഞ്ഞിട്ടില്ല എന്താണ് നമ്മളെ കൽബിനെ ശുദ്ധിയാക്കാൻ. നമ്മുടെ കൽബ് ശുദ്ധിയാക്കാൻ എന്താ? ഹൃദയം ശുദ്ധിയാക്കാന്ന് പറഞ്ഞാൽ അതിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കേണ്ടതല്ല. നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ ജീവിതത്തിലൊക്കെ നല്ല ഒരു മാറ്റം വേണമെങ്കിൽ നമ്മളെ ഹൃദയം ശുദ്ധിയാണം, അല്ലെ? അതിന് ഒരുപാട് മാർഗങ്ങള്, മരുന്നുകൾ നമ്മൾ അഖലാഖലൊക്കെ പഠിച്ചിട്ടില്ലേ? അതില് നല്ല സ്വഭാവം കിട്ടാനുള്ള മാർഗങ്ങൾ, അല്ലെ? ഇൽമ പഠിക്കുക, നല്ലവരുമായി സഹവസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതേപോലത്തെ ഒരു കാര്യമാണ് ഖുർആൻ പാരായണം. അത് അർത്ഥം ചിന്തിച്ചുകൊണ്ടാണെങ്കിൽ ഒന്നുകൂടി ഉഷാറാവും. അപ്പൊ നമ്മളൊക്കെ അറബി ഭാഷയൊക്കെ നല്ല ഉഷാറായി പഠിക്കുമ്പോൾ ലിസാനൊക്കെ പഠിക്കണില്ലേ? അങ്ങനെ നല്ല കുട്ടികളെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് സ്വാഭാവികമായിട്ടും ഖുർആൻ അർത്ഥങ്ങളൊക്കെ പിന്നെ മനസ്സിലാകാൻ തുടങ്ങും വലിയ വലിയ കുട്ടികളാകുമ്പോൾ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.
അപ്പോൾ മക്കളെ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മൾ എന്ത് ചെയ്യണം അറിയാം, ഖുർആൻ പാരായണം തുടർത്തിയാൽ എപ്പോഴും നമ്മളെ മനസ്സിലേക്കുള്ള നമ്മുടെ ശരീരത്തിന് നമ്മൾ പനിയോ എന്തെങ്കിലും നമ്മൾ ചികിത്സിക്കുമല്ലോ അല്ലെ, ഡോക്ടറെ അടുത്ത് പോകും, മരുന്ന് വാങ്ങി കഴിക്കും. എന്നാൽ നമ്മുടെ ഉള്ളിൽ താനുണ്ട്, എന്താണത്, ആത്മാവ് അല്ലെ. നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിന് വേർപിരിയുമ്പോഴാണ് നമ്മൾ മരിക്കുക എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ ആത്മാവിന് വേണ്ട ഭക്ഷണങ്ങൾ, മരുന്നുകളൊക്കെ ഉണ്ട്, ട്രീറ്റ്മെന്റ്. അതാണെന്ത്, പരിശുദ്ധ ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഡെയിലി ഓതിക്കൊട്ടെ, കുറച്ചാണെങ്കിലും ഡെയിലി ഓതുക. നമ്മൾ പതിവാക്കൽ സുന്നത്തുള്ള സൂറത്തുകളും ആയത്തുകളൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അങ്ങനത്തെ ഒക്കെ പതിവാക്കും ചെയ്യാം. പിന്നെ ഡെയിലി ഖുർആന് തലക്കുന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജീവിതത്തിൽ പകർത്തും വേണം കേട്ടോ. അത് നമുക്ക് എല്ലാവർക്കും ഈ പഠിക്കുന്ന ഇൽമിന്റെ വർക്കത്തോടൊക്കെ അങ്ങനെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഇനി റമദാനൊക്കെ വരാൻ പോകല്ലേ, ഇൻഷാ അല്ലാഹ് സുഹൃതങ്ങളുടെ പുണ്യമാസം എന്നൊക്കെ പറയും. ഒരുപാട് നന്മകൾ ചെയ്താൽ ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ് നമ്മൾക്ക് വരുന്നത്. ഇൻഷാ അല്ലാഹ് റമദാനിലൊക്കെ പങ്കെടുക്കാനും അതിൽ നമുക്ക് ഖുർആൻ പാരായണം മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലെ. ഇങ്ങനെ തീർത്തവൻ എന്ത് ചെയ്യണം ചോദിച്ചാൽ എന്താ പറയാ, വീണ്ടും ഫാത്തിഹയും അൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്തും ഓതി അടുത്ത ഖത്ം തുടങ്ങി വെക്കലും ദുആ ചെയ്യലും അനിവാര്യമാണ്. അടുത്ത ഖത്ം തുടങ്ങി വെക്കുക, നിങ്ങൾ എന്ത് ചെയ്യാം, ദുആ ചെയ്യുക, എന്നിട്ട് ദുആ ചെയ്യാം കേട്ടോ. അപ്പൊ അതെന്താണ്, വളരെ പുണ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. എന്താണ് ചോദിച്ചതെന്ന് വെച്ചാല്, വല്ലുഹ മുതൽ പൂരിപ്പിക്കാനായിരുന്നു, ചിലപ്പോൾ പൂരിപ്പിക്കാനുണ്ടാകുക, അല്ലെങ്കിൽ ഞാൻ ചോദ്യവുമായിട്ട് ചോദിക്കും. എന്താണ്, വല്ലുഹ സൂറത്ത് മുതൽ, നിങ്ങളൊക്കെ നമ്മളൊക്കെ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഈ ഭാഗങ്ങൾ വല്ലുഹ മുതൽ അങ്ങോട്ട് നാസ് വരെയുള്ള സൂറത്തുകളൊക്കെ നമ്മൾ എന്തായിട്ടുണ്ടാവും, ഹിഫ്ളാക്കിയിട്ടുണ്ടാവും അല്ലെ, നമുക്ക് അറിയുന്ന സൂറത്തുകളായിരുന്നു. അപ്പൊ ഈ വല്ലുഹ സൂറത്ത് മുതൽ ഒരാൾ എന്ത് ചെയ്യണം അറിയോ, അന്നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനത്തിൽ എന്ത് ചൊല്ലണം എന്ന് ചോദിക്കാറുണ്ട്. എന്താ ചൊല്ലേണ്ടത്, തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. എന്താ തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് പറയാം, മനസ്സിലായല്ലോ. അപ്പൊ വല്ലുഹ സൂറത്ത് മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. എന്താ തക്ബീർ എന്ന് പറഞ്ഞാല് അല്ലാഹു അക്ബർ എന്ന് പറയാം, മനസ്സിലായില്ലേ. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങൾ ഇത് പഠിക്കാനുള്ളത്. പിന്നെ അദ്ദുആ എന്ന് പറഞ്ഞിട്ട് ഖത്മുൽ ഖുർആന്റെ ഒരു ദുആ പാഠം അവസാനം വരെ ഉണ്ട്. ഇതാണ് പിന്നെ നിങ്ങൾ തജ്വീദിൽ പഠിക്കാനുള്ള ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പറഞ്ഞ ഈ പാഠഭാഗം നിങ്ങൾക്ക് ഉസ്താദ് എന്ത് ചെയ്യണം, സ്ക്രീൻ ഷെയറിങ്ങിലൂടെ അതിലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ പേനയും പേപ്പറൊക്കെ എടുത്ത് നോട്ടൊക്കെ എടുത്ത് ഇരുന്നോളൂ അല്ലേ, ഇരുന്നോളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് സ്ക്രീൻ ഷെയറിലൂടെ നിങ്ങൾക്ക് ചോദ്യം കാണിച്ചു തരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആൻസർ ചെയ്യണേ. ഓക്കെ, ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, ആദാബു മുസ്തമിൽ ഖിറാ. ഇതാണ് നമ്മൾ തുടങ്ങി വെച്ച ഭാഗം കേട്ടോ. ഉസ്താദൊക്കെ എന്ത് ചെയ്ത് ഗ്രൂപ്പിലേക്ക് അയക്കും. ഇപ്പൊ നമ്മൾ ഉസ്താദ് വായിച്ച കാര്യം തന്നെ, അതിൽ പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തിയ ഭാഗം മാത്രം ഒന്ന് കാണിച്ചു തരാം. അവന് പരലോകചിന്ത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഏത്, ഖുർആൻ പാരായണം ശ്രദ്ധിച്ചു കേൾക്കൽ കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക ഒന്ന്. പിന്നെ ഇതിലൊന്ന് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ്, അതായത് 12ാമത്തെ പാഠം കേട്ടോ, മക്കളെ കാണണ്ടാവും എന്ന് വിചാരിക്കുന്നു. പാഠം 12 ആദാബു മുസ്തമിൽ ഖിറാ. ഇതിലൊന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യം വന്ന ഒരു ഭാഗമാണ് ഇത്, ശ്രദ്ധിക്കുക. ഈ മഞ്ഞ കളറിലും കാപ്പി കളറിലും അടയാളപ്പെടുത്തിയ ഭാഗം ശ്രദ്ധിക്കണേ. എന്താണ്, 2022, 2024, 2023 ഈ അടുത്ത വർഷങ്ങളിലൊക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു എന്താണത്, വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഇത് പൂരിപ്പിക്കാനാണ് അധികവും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ആയത്തൊന്ന് പഠിച്ചു വെക്കുക. വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. അതിന്റെ അർത്ഥം എന്താ അറിയോ, വൈദാ ഖുരിഅൽ ഖുർആനു, അതാണ് ഖുർആൻ ഓതപ്പെട്ടാൽ, ഫസ്തമിഉ ലഹു, നിങ്ങളത് സശ്രദ്ധം കേൾക്കുകയും, വഅൻസിതു, ശാന്തരായിരിക്കുകയും ചെയ്യുക. ശാന്തരാകാനുള്ള വഅൻസിതു എന്ന് പറയും. ലഅല്ലക്കും തുർഹമൂൻ, അങ്ങനെ ചെയ്താലുള്ള പ്രത്യേകത എന്താ അറിയോ, ഖുർആൻ ഓതുമ്പോൾ നമ്മള് മൊബൈലിലാണെങ്കിലും പള്ളിയിൽ നിന്ന് ഓത്തിലാണെങ്കിലൊക്കെ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഖുർആൻ തന്നെ അശ്രദ്ധയിൽ ഇടാനും പാടില്ല, അത് ശ്രദ്ധിക്കണം. അപ്പോ ഖുർആൻ ഓതപ്പെട്ടാൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയാനുള്ള കാരണം, ശാന്തരായിരിക്കണം എന്ന് പറയാനുള്ള കാരണം, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം വർഷിക്കപ്പെടാനായി. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ യഥാർത്ഥ ജീവിതക്കനുസരിച്ച് ഓതുന്ന സ്ഥലങ്ങളിൽ ഖുർആൻ ഓതുകയാണെങ്കിൽ അവിടെയൊക്കെ എന്താണ് ഉറപ്പായിട്ട് ആരിറങ്ങും, റഹ്മത്തിന്റെ മലൈക്കത്തിൽ. അപ്പൊ ആ റഹ്മത്ത് നമുക്കും കിട്ടാൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങപ്പെടുന്ന സ്ഥലങ്ങളാണ് ഖുർആൻ ഓതപ്പെടുന്ന സ്ഥലം.
അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ കാരുണ്യം നമ്മിലും വർഷിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി ചോദ്യം വന്നത്. പിന്നെ നമ്മൾ നേരത്തെ വായിച്ചതാണ്, ഇനി വായിക്കണില്ല. പിന്നെ ഈ ചില പ്രത്യേക പദങ്ങൾ കണ്ടോ, പാഠം 13. ഇത് ചോദ്യം വന്ന ഭാഗം മാത്രം ഉസ്താദ് അടയാളപ്പെടുത്തിയുള്ളൂ. അത് മാത്രമേ വരുള്ളൂ എന്നില്ല, ഇനിയും വരാം. ചോദ്യം വന്ന ഭാഗങ്ങൾ, ഇതുവരെ വന്ന ചോദ്യങ്ങൾക്കുള്ള ഭാഗങ്ങൾ ഞാൻ ഉസ്താദ് കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതണം കേട്ടോ, കാണാതെ. ഇത് ആരും കോപ്പി അടിച്ച് ചെയ്തും ചെയ്യരുത്. നമ്മൾ പരീക്ഷ നടത്തുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ പാഠഭാഗത്തിൽ വന്ന പ്രധാനപ്പെട്ട വാക്കുകൾ പറഞ്ഞുതരാം. കണ്ടില്ലേ? 2 ഹൂദ് സൂറത്തിലെ 41-ാം ആയത്തിൽ ബിസ്മില്ലാഹി മജ്രേഹ എന്നതിൽ റായിനെ ഇമാലത്താക്കി മജ്രേഹ എന്ന് ഉച്ചരിക്കണം. കണ്ടോ? ഈ ഭാഗത്തുനിന്ന് ചോദ്യം മാറ്റുണ്ട്. അതായത് ചോദിക്കൽ എന്താണ്? ഇത് ഏത് സൂറത്തിലെ? ഹൂദ് സൂറത്തിലെ എത്രാമത്തെ ആയത്താ? 41-ാം ആയത്തില്. ഏതാണ് ശ്രദ്ധിക്കേണ്ട വാക്ക്, പദം? ബിസ്മില്ലാഹി മജ്രേഹ. മജ്രേഹ എന്നുള്ള അത് ശരിക്കും എഴുതിക്കണം എങ്ങനെ? മജ്റാഹ എന്നാ. ചിലയിടത്ത് ആയിന് പുള്ളിട്ടാണ്ട് മജ്രീഹ ആ രൂപത്തിലും കാണും. പക്ഷെ മജ്രീഹ എന്നോ മജ്റാഹ എന്നോ എന്നല്ല ഓത. പിന്നെ എങ്ങനെയാണ് ഓതേണ്ടത്? അവിടെ ആ റായിനെ എന്താ, അവിടെ മജ്രേഹ എന്നതിലെ റായിനെ എന്താക്കി ഉച്ചരിക്കണം? ഇത് പ്രത്യേകമായൊരു വാക്കാണ് ഖുറാനിലെ. അതാണ് പറഞ്ഞത്. റായിനെ ഇമാലത്താക്കി, ഉണ്ടോ? ഇമാലത്താക്കി മജ്രേഹ എന്ന് ഉച്ചരിക്കണം. മജ്രേ, അതായത് എന്താണ് ഇമാലത്ത് എന്ന് തൊട്ടടിയിൽ പറയേണ്ടത്. അതും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതിവിടെ അതും ശ്രദ്ധിക്കാതെ ഈ അടയാളപ്പെടുത്തിയ ഭാഗം മഞ്ഞക്കളിൽ കണ്ടല്ലോ, പച്ച. അതായത് ഇമാലത്ത് എന്നാൽ എന്താണ്? ഫതഹിന്റെയും കസറിന്റെയും ഇടയിലായി. ഫതഹിന്റെയും കസറിന്റെയും ഇടയിൽ എന്ന് പറഞ്ഞാല് മജ്റ എന്നല്ല, മജിരി എന്നല്ല. അല്ലെങ്കിൽ എന്ത് പറയാ? അലിഫിന്റെയും യാഇന്റെയും ഇടയിലായി. ഈ ഫതഹിന്റെ നീട്ടല് അലിഫോണ്ടാണല്ലോ. അപ്പൊ മജ്റാ, അതാണ് അലിഫിന്റെയും യാഇന്റെയും എന്ന് പറഞ്ഞാൽ കസറിന് നീട്ടല്. മജിരി നമ്മൾ കസർ പറഞ്ഞല്ലോ, ആ കസറിന്റെ നീട്ടൽ എന്തുകൊണ്ടാണ്? യാവ് കൊണ്ട്. അപ്പൊ മജിരി. അപ്പൊ മജ്റ എന്നല്ല, മജിരി എന്നല്ല, അതിന്റെ ഇടയിലായിട്ടുള്ള ഉച്ചാരം. അതിന്റെ ഇടയിലായിട്ടുള്ള ഏകാര സ്വരത്തിൽ. ഏകാരം എന്ന് പറഞ്ഞാൽ എന്താ? അകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫത്ഹ് കസറിനൊക്കെ മലയാളത്തിൽ പറഞ്ഞ പ്രയോഗമാണ് കാരങ്ങൾ കേട്ടോ. അപ്പൊ അകാരം എന്ന് പറഞ്ഞാല് ഫത്ഹ്, ഇകാരം എന്ന് പറഞ്ഞാൽ കസർ, ഉകാരം എന്ന് പറഞ്ഞാൽ ലൊമ്മ്, ഊകാരം എന്ന് പറഞ്ഞാൽ ലൊമ്മ് കഴിഞ്ഞിട്ടുള്ള മലയാളത്തിലെ ഊകാരം. മനസ്സിലായല്ലോ? നമ്മൾ അറബിയിൽ എന്തില്ല, നമ്മള് നീട്ടലുണ്ട്, വാവുകൊണ്ട് നീട്ടും അല്ലെ, അതിനാണ് ഊകാരം എന്ന് പറയാ. എന്നതുപോലെ യകാരം എന്ന് പറഞ്ഞാല് യ എന്ന ഉച്ചാരണം. അത് അറബിയിലില്ല. അറബിയിൽ എന്തേ ഉള്ളൂ? ഫത്ഹ് കസർ ലൊമ്മ്, അവയെ നീട്ടുന്ന അലിഫ് വാവ് യാ തന്നെ ഉള്ളൂ. അതേസമയം മലയാളത്തിൽ യകാരമുണ്ട്, ഏകാരമുണ്ട് കേട്ടോ. അപ്പൊ ഈ കാരങ്ങൾ എന്ന് പറഞ്ഞാല് ഇതെന്താണ്? ഓരോ പിന്നെ ഉച്ചാരണത്തിലെ വളവും തിരിവൊക്കെയാണ്. അതായത് യകാരം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഉദാഹരണം മജ്ര എന്നാണ് യകാരാണ്. എന്നാ മജ്രേ എന്ന് പറഞ്ഞാൽ അത് ഏകാരായി. ഒരു രേ എന്നതിനെ യകാരത്തിനെ യാവ് കൊണ്ട് നീട്ടിയാല് ഏകാരമാവും. ഓക്കെ. അപ്പോൾ എന്താണ് ഈ ഇമാലത്ത്? എന്തായാലും പഠിച്ചു വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, പരീക്ഷയ്ക്ക് വരാറുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഭാഗം ചോദിക്കുള്ളൂ, എൻ്റെ അവസാന ഭാഗമൊക്കെ ചോദിക്കുള്ളൂ. റായില് ഈ ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുന്നതിന് എന്താണ് പറയുക, അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. അപ്പൊ എന്താ പറയാ? ഇമാലത്ത് നമ്മൾ മനസ്സിൽ വേണം. അല്ലെങ്കിൽ മജ്രേഹ എന്നതിൽ ഇമാലത്താണോ ഇസ്മാമാണോ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇനി ഇസ്മാം തൊട്ടടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഏതാണെന്ന് മാറരുത്. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക. രണ്ടും മാറാൻ പാടില്ല കേട്ടോ. വളരെ സിമ്പിളായി മനസ്സിലാക്കാനുള്ളൂ. അപ്പൊ നമ്മള് പിന്നെ ഇമാലത്ത് എന്നാൽ ഫതഹിന്റെയും കസറിന്റെയും ഇടയിലായി, അല്ലെങ്കിൽ അലിഫിന്റെയും യാഇന്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുക എന്നാണ് ഇമാലത്ത്. ഓക്കെ. ഇനി നമ്മൾ മൂന്നാമത്തെ നോക്കൂ. ഇതും പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. യൂസഫ് സൂറത്തിലെ 11-ാം ആയത്തിൽ എന്നതിൽ നൂൻ ഉച്ചരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇഷ്മാം ആക്കണം. അപ്പൊ ഇഷ്മാം എന്നാൽ എന്താണ്? അത് ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും പറയാം. ഇഷ്മാം എന്നാൽ റഫ്അ ദമ്മ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇദ്ഗാം ചെയ്യുകയോ ചെയ്യുമ്പോൾ ലമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക എന്നാണ്. എന്നാൽ ആ ബ്രാക്കറ്റ് കൊടുത്ത് നോക്കണേ. ഇത് ഉച്ചരിച്ച് കാണിക്കാനേ കഴിയും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ഉച്ചാരണത്തിൽ നിങ്ങൾ ഉസ്താദന്മാരൊക്കെ ഇപ്പൊ ഉച്ചരിച്ച് കാണിച്ചു തന്നിട്ടുണ്ടാവും. വേണമെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട വീഡിയോ എന്തെങ്കിലും കാണുന്ന ഉസ്താദ് അയച്ചെന്നെ ശ്രദ്ധിക്കുക. ഉദ്ദേശിക്കുന്നത് നമ്മൾ ലാ തഅ്മന്ന എന്ന് തന്നെയാണ്. ലാ തഅ്മന്ന അവിടെ എവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാല് ലാ തഅ്മന്ന എന്ന് പറഞ്ഞിടത്തുള്ള നൂന് അല്ലെ, അന്ന എന്ന് പറയണ അവിടെ എന്ത് ചെയ്യാം? ന എന്ന് നമ്മൾ സാധാരണ 10 കിട്ട അലിഫോൺ നീട്ടല്ലേ, ആ നീട്ടിക്കൊണ്ടിരിക്കുന്ന അടിയിൽ എന്ത് ചെയ്യാം? ചുണ്ട് ലൊമ്മ് ഉച്ചരിക്കണവരെന്ന് കൂർപ്പിക്കുക. ക്ലാസ്സിലൊക്കെ ഞാൻ ഉസ്താദ് കാണിച്ചു കൊടുത്തിരുന്നു. ഇതിലും എൻ്റെ ശിഷ്യന്മാരുള്ളത് കൊണ്ട് അവർക്ക് മനസ്സിലാവും. ഇനി നിങ്ങളുടെ ഓരോ ഉസ്താദന്മാർ ഇതുപോലെ നിങ്ങൾക്കും കാണിച്ചു തന്നിട്ടുണ്ടാവും, നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ലാ തഅ്മന്ന ഉണ്ടാ, അവിടെ നമ്മൾ ചുണ്ടൊന്ന് ജസ്റ്റ് കൂട്ടിയാൽ മതി. ഞാനിപ്പോ അത് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഏതായാലും വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചിട്ടുണ്ട് അവസാനം നോക്കാൻ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ നമ്മൾ എന്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തേ വരുള്ളൂ, ഇത്ര റിസ്കിലൊന്നും ചോദ്യം ചോദിക്കൂല. നമുക്ക് ഈ ഭാഗം മനസ്സിലാക്കി വെക്കാം. ഉദാഹരണം ബിസ്മില്ലാഹി മജ്രേഹ എന്ന് കൊടുത്തു,
മാലക്കലാ തഅ്മന്ന എന്നും കൊടുത്തു. ഇതില് ഓരോന്നിലും എന്താണ് നടക്കുന്നത്, എന്താണ് അവിടെ നടന്ന പ്രയോഗത്തിൽ നടന്ന വിഷയം എന്താണെന്ന് മാത്രമേ നമുക്ക് എഴുതാണ്ടാവുള്ളൂ. അധികം അങ്ങനെ ചോദിക്കാം, ചിലപ്പോൾ നിർവചനം ചോദിക്കും. അതുകൊണ്ടാണ് അത് പഠിച്ചേക്കാൻ പറഞ്ഞത്. അപ്പോൾ ബിസ്മില്ലാഹി മജ്റേഹ എന്നിടത്തുള്ള റായില് ഇമാലത്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ ലാ തഅ്മന്ന യൂസുഫ് സൂറത്തിലെ മാലക ലാ തഅ്മന്ന എന്നതില് ആ നൂനിലുള്ള പ്രയോഗം എന്താണ്? ഇമാലത്താണോ ഇഷ്മാമാണോ? ഇഷ്മാം. ചുണ്ട് കൂട്ടുക എന്നുള്ളതിനാണ് ഇഷ്മാം എന്ന് പറയട്ടോ. അപ്പോൾ അവസാന ഭാഗം മനസ്സിലാക്കിയേക്കാം. നൂൻ ഉച്ചരിക്കുമ്പോൾ ഇഷ്മാം ആക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്മാം എന്ന് പറഞ്ഞാല് അവസാനം കൊടുത്ത പ്രയോഗം ചോദ്യം വന്നിട്ടുണ്ട്. ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക, ഇതിനെന്താണ് പറയാ? അപ്പൊ ഇസ്മാ റഫോ ലൊമ്മ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇദാം ചെയ്യുകയോ അതൊന്നും ചോദിച്ചിട്ടില്ല. എന്ത് മാത്രമേ ചോദിച്ചുള്ളൂ പരീക്ഷയ്ക്ക് ഒരു പേപ്പറിൽ? ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക, ഇതിനെന്താണ് പറയുക എന്ന്. അപ്പൊ എന്താ പറയാ നമ്മള്? ഇഷ്മാം എന്ന് പറയും അല്ലേ? ഓക്കെ, ഇതാണ് ഈ ഭാഗത്ത്. ഇനി നമ്മൾ നാലാമത്തെ ഒരു ഭാഗം കൂടി, ഇതും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, അതും സൂചിപ്പിച്ചുതരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഭാഗം നോക്കൂ. അൽ കഹഫ് സൂറത്തിൽ 38-ാം ആയത്തിൽ ലാക്കിന്ന ഹുവല്ലാഹു എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നതിൽ ലാക്കിന്ന എന്ന് നിർത്തുകയാണെങ്കിൽ അവിടെ ഒരാൾ ഇങ്ങനെ ഓതി വരണം. അപ്പൊ ഓതുന്നിടയിൽ ലാക്കിന്ന അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നിർത്താം? ലാക്കിന്ന എന്ന് ഒരു അലിഫ് നീട്ടി ഉച്ചരിക്കണം. അപ്പൊ ഒരാൾ ഇങ്ങനെ അതിന് മുമ്പത്തെ ഭാഗം ഓതി ഇങ്ങനെ വരുമ്പോ ലാക്കിന്ന അങ്ങനെ നിർത്തുക വഖഫ് ചെയ്യുകയാണെങ്കിൽ. ഇനി ലാക്കിന്നയും ഹുവല്ലാഹും കൂടി ചേർത്ത് ഓതാണെങ്കിലോ? അപ്പൊ എന്ത് ചെയ്യണം? ആ ലാക്കിന്ന എന്നതിലെ അവിടെ യഥാർത്ഥത്തിൽ ആ ന എന്നതിന് അലിഫോണ് നീട്ടണം, അലിഫുള്ളതുകൊണ്ട്. പക്ഷെ ആ അലിഫ് എന്താ നീട്ടി ഓതൂല, ആ നൂനിനെ നീട്ടി ഉച്ചരിക്കൂല. ആ നൂന് സാധാ നൂന് പോലെ ലാക്കിന്ന ഹുവല്ലാഹു എന്നേ ഓതുള്ളൂ. അപ്പൊ അത് ചോദ്യം വന്നിരുന്നു കേട്ടോ, എന്താ ചെയ്യേണ്ടതെന്നല്ല. അപ്പൊ ലാക്കിന്ന എന്നൊരു അലിഫ് നീട്ടി ഉച്ചരിക്കണം എപ്പോഴും വഖഫ് ചെയ്യുമ്പോൾ, അതിന്മേൽ നിർത്തുകയാണെങ്കിൽ. എന്നാൽ ശേഷമുള്ള ഹുവല്ലാഹു അതുമായി ചേർത്തി പറയുമ്പോൾ ന എന്ന് നീട്ടാതെ ലാകിന്ന ഹുവല്ലാഹു എന്ന് പറയണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് കേട്ടോ. അപ്പൊ അൽ കഹഫ് സൂറത്തിലെ ലാകിന്ന ഹുവല്ലാഹു കൂട്ടി എഴുതുമ്പോൾ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലാവും ചോദിച്ചാല്, ചില മുസാഫിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന മുസാഫ് ഉണ്ടല്ലോ, ആ മുസാഫിലൊക്കെ എന്ത് കൊടുക്കാറുണ്ട്? ഈ അലിഫിന്റെ മുകളിൽ ഒരു സുക്കൂന് കൊടുക്കാറുണ്ട്, സുക്കൂന് മാതിരി സാധനം. അതെന്തിനാ വെച്ചാൽ സാധാരണ നീട്ടുന്ന അലിഫിന്റെ മുകളിൽ സുക്കൂൻ ഇടാറുണ്ടോ? ഇല്ല. എന്നാൽ ഇത് നീട്ടാൻ പാടില്ല എന്ന് അറിയിക്കാൻ വേണ്ടി ചേർത്തി ഓതുമ്പോൾ കേട്ടോ, ചേർത്തി ഓതുമ്പോൾ ഇത് ഉച്ചരിക്കേണ്ടതില്ല എന്ന് അറിയിക്കാനാണ് ആ അലിഫിന്റെ മുകളിൽ ഒരു സുക്കൂന് കൊടുക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത് ചേർത്തി ഓതുമ്പോൾ ലാകിന്ന ഹുവല്ലാഹു എന്നേ പറയൂ. എന്ത് പറയാൻ പാടില്ല? ലാകിന്ന ഹുവല്ലാഹു എന്ന് പറയാൻ പാടില്ല. എന്നാൽ വഖഫ് ചെയ്യുകയാണെങ്കിലോ, നൂനിമേൽ വഖഫ് ചെയ്യുകയാണെങ്കിലോ അവിടെ ഒരു അലിഫിൻ ആക്കി നീട്ടിയിട്ട് ഉച്ചരിക്കണം അല്ലെ? ഒരു അലിഫ് നീട്ടി ഉച്ചരിക്കണം. അപ്പൊ എങ്ങനെയൊക്കെ ലാകിന്ന നമ്മൾ നിർത്തുകയാണ്, നിർത്തുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം. ഇനി നമ്മൾ ചേർത്തി ഓതാണെങ്കിൽ ലാകിന്ന ഹുവല്ലാഹു അങ്ങനെ കേട്ടോ. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഇതാണ് ഈ പാഠത്തിലുള്ള പ്രധാനം. പിന്നെ വേറെ ഭാഗം കൂടി, പിന്നെ അതാണ് ഈ പ്രധാനപ്പെട്ട പദങ്ങൾ, ചില പ്രത്യേക പദങ്ങൾ എന്നുള്ള പാഠത്തുനിന്ന് ഉസ്താദ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളില്ലേ, ഇതാണ് ഇപ്പൊ ഇതുവരെ നിലവിൽ ചോദ്യം വന്നിട്ടുള്ളത്. അതന്നെ വരുള്ളൂ എന്നില്ല. പ്രത്യേകിച്ച് ഇമാലത്ത് ഇസ്മാമൊക്കെ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളാണ് പല പേപ്പറിലും. എന്നാൽ അതല്ലാത്ത ചില വാക്കുകളും ഇനിയുമുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ കേട്ടോ. അതുപോലെ പിന്നെ വേറെയും ചില വാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽപ്പെട്ട ഒന്നും കൂടി ഞാൻ ഒന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കുക. 8-ാമത്തെ ഒരു സംഗതി പറയുന്നുണ്ട്. അൽ ഫുർഖാൻ സൂറത്തിൽ 69-ാം ആയത്തിൽ വയഖ്ലുദു ഫീഹി മുഹാന. അവിടെ ഫീഹി മുഹാന എന്നാണ് നമ്മൾ ഇന്നാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹൗൽ അമീറിനെ കുറിച്ച് പറഞ്ഞു. അതിന് മുമ്പിലും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്താണെങ്കിൽ നീട്ടി ഓതണം. ഹർക്കത്ത് ഇല്ലെങ്കിൽ, അതായത് ഏതെങ്കിലും ഭാഗത്ത് ഹർക്കത്തില്ല, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് സുക്കൂൻ വന്നു, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും സുക്കൂൻ വന്നു, എന്നാലൊന്നും നീട്ടാൻ പാടില്ല, ഫീഹി എന്നേ പറയാൻ പാടുള്ളൂ. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ് അതിന് നേരെ വിപരീതമാണെന്ന് പറയുന്നത്. വയഖ്ലുദു ഫീഹി മുഹാനാണ് അല്ലെ? ഇതിൽ കണ്ടാവില്ല, ഇതിൽ ഉസ്താദ് ഫോട്ടോ എടുത്തിട്ട് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ പുസ്തകത്തിൽ 8-ാമത്തെ ഭാഗം നോക്കട്ടെ. 8-ാമത്തെ അൽ ഫുർഖാൻ സൂറത്തിൽ എന്താണ്? അൽ ഫുർഖാൻ സൂറത്തിൽ 69-ാം ആയത്തിൽ ഒരു വാക്കുണ്ട്, എന്താണ്? വയഖ്ലുദു ഫീഹി മുഹാന. അവിടെ ഫീഹി എന്നേ ശരിക്കും പറയാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ മാത്രം ഹായിന് എന്ത് ചെയ്യണം? ഹൗൽ അമീറിനെ നീട്ടണം. അപ്പൊ എങ്ങനെ ഓതുക? വയഖ്ലുദു ഫീഹി മുഹാന. ഉണ്ടോ? അപ്പൊ വയഖ്ലുദു ഫീഹി മുഹാന എന്നതിൽ ഹാഇന് അസ്ലിയായ മത്ത് കൊടുത്ത് ഫീഹി മുഹാന എന്ന് പറയണം. എന്നിട്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഹാഇന്റെ മുമ്പ് സുക്കൂൻ ആയാൽ
നീട്ടാതെ ഓതണമെന്നാണ് നിയമം. ഇവിടെ മാത്രം നീട്ടി ഓതണം. അത് നമ്മൾ അൽ ഹാ ഉ എന്നുള്ള പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ നിയമങ്ങൾ. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഇതുപോലെ വേറെ കേട്ടോ. ഷുറായ സൂറത്തിൽ 63-ാം ആയത്തിൽ ഫിർഖിൻ, അതും ചോദ്യം വന്നൊരു ഭാഗമാണ് കേട്ടോ. ഫിർഖിൻ എന്നതിൽ ചേർത്തി ഓതുമ്പോൾ ഇന്ന് തഫ്ഖീമും തർക്കീക്കും പറ്റും. അവിടെ ചേർത്തി ഓതുമ്പോൾ എന്താ നിയമം ചോദിക്കും. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം, അവിടെ തഫ്ഖീമും പറ്റും തർക്കീക്കും പറ്റും. പക്ഷെ നല്ലത് എന്താണ്, തർക്കീക്ക് അഥവാ ഫിർഖിൻ എന്ന് പറയലാണ് നല്ലത്. ഫിർഖിൻ എന്നും പറയാം. ഓക്കെ, അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട് പറഞ്ഞു, ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയിട്ട് ആ വാക്കുകളൊക്കെ നോക്കുക. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉസ്താദ് കാണിച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടൊക്കെ എടുത്ത് എഴുതി റെഡി ആയി നിൽക്കട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് 12, 13, 14 ഇതിന് ഒന്നായിട്ട് വന്ന ചോദ്യങ്ങൾ നോക്കണം കേട്ടോ. ഒരു പാഠത്ത് മാത്രമല്ല, കാരണം ഇത് മൂന്നിനും കൂടിയാണ് കൂടുതൽ ചോദ്യം വരുള്ളത്. ഒരു പാഠത്ത് മാത്രം ചോദ്യമില്ല. അപ്പൊ 2018-ലെ ക്വസ്റ്റ്യൻ ആണ് ഉസ്താദ് ആദ്യം കാണിച്ചു തരുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും തയ്യാറാണല്ലോ അല്ലേ? ചോദ്യത്തിന് ആൻസർ ചെയ്താൽ തയ്യാറാണല്ലോ അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാൻ നോക്കുക. ഈ 2018-ലെ ചോദ്യം പേപ്പറിൽ ഈ 12-ാമത്തെയോ 13-ാമത്തെയോ 14-ാമത്തെയോ 13, 14 ഈ പാഠഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വന്നിട്ട് ലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2019-ലും നിലവിൽ എന്തായിട്ടില്ല, കണ്ട ക്വസ്റ്റ്യൻസിലൊന്നും 12, 13, 14-ലെ ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി എന്ത് ചെയ്യാം, പൊതുപരീക്ഷയിൽ 2019-ലും ഇല്ല, ഇനി 2020-ൽ പരീക്ഷ നടന്നിട്ടില്ല. അപ്പൊ 2021-ലത്തെ നോക്കാം. ഇതേതാണ്, 2019 അല്ലേ? 2019 നോക്കിയാൽ ഇതെന്തായിട്ടില്ല, ചോദ്യം വന്നതായിട്ട് കണ്ടില്ല. അപ്പൊ നമ്മൾക്ക് ഇനി 2021-ലെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. ഈ 2021 അതിന്റെ പിന്നെ മുകളിലുണ്ടാവും കേട്ടോ, അത് ശ്രദ്ധിച്ചാൽ മതി. ഇതാ ഇവിടെയാണ് പരീക്ഷന്റെ ഡേറ്റ് എടുക്കേണ്ടത്. അറബിയിലാണ് എഴുതിയിട്ടുള്ള 2021. ഓക്കെ, 2021-ലെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിലെ ഒരു ചോദ്യം കാണിച്ചു തരാം. ഈ പാഠഭാഗത്ത് വന്ന ചോദ്യമാണ്. പ്രത്യേകിച്ച് ചോദ്യം വന്നത് ഈ പാഠം 13-ലെ അതാ ചില പ്രത്യേക പറയുന്നു. അപ്പൊ നമ്മൾ മിക്സ് ആയിട്ട് പറയേണ്ടത് 12, 13, 14 മിക്സ് ആയിട്ടാണ് നമ്മളന്ന് ചർച്ച ചെയ്യുന്നത്. കാരണം കുറച്ച് ചോദ്യങ്ങളിലൊക്കെ വന്നിട്ടുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിൽ ഒന്നാമത് ശരിയായിട്ടുള്ള ചോദ്യം കണ്ടല്ലോ. നിങ്ങൾ ആൻസർ പറയരുത്. ഏതായാലും നിങ്ങൾ മൈക്ക് മ്യൂട്ട് ആക്കിയിട്ടുണ്ട്, ശബ്ദം വരും, അത് ഡിസ്റ്റർബ് ആവും എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ ശരി അടയാളപ്പെടുത്താൻ, ശരി അടയാളപ്പെടുത്താം. ശ്രദ്ധിക്കണേ, ഇതിൽ ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ നിങ്ങൾ എഴുതണം. എന്താണ് ചോദ്യം എന്നറിയോ? ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ് അത് എന്ത്? അതിന് ആൻസർ ഈ ബ്രാക്കറ്റിലുണ്ട്, ഈ കള്ളിയിലുണ്ട്, ഒരു 3 ബോക്സ് ഉണ്ടില്ലേ? അപ്പൊ നേരെയുള്ള ബോക്സുകൾ നോക്കൂ. ഒന്നത്ത്, ഇഷ്മാമ്, ഇമാലത്ത്, ഇതിലേതാണ്? ആൻസർ എഴുതിക്കോളൂ. ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണത് ഏത്? അതിന് ഒന്നത്ത് എന്നാണോ പറയാ, ഇഷ്മാം എന്നാണോ പറയാ, ഇമാലത്ത് എന്നാണോ പറയുക? നിങ്ങൾ ആൻസർ എഴുതിക്കോളൂ. ഓക്കെ, ആൻസർ എഴുതിയിട്ടെന്ന് വിചാരിക്കുന്നു. അതിന് ആൻസർ ഇനി ഉസ്താദ് പറയാൻ പോവാണ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആളുകൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ആ വാക്കുകൾ എഴുതണം കേട്ടോ. അതിൽ ടിക്കറ്റ് ഇടണമെങ്കിൽ നിങ്ങൾ ആ വാക്ക് എടുത്ത് എഴുതിയിട്ട് കഴിയുമ്പോൾ ടിക്ക് ഇടുക. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് നമുക്കറിയാം, ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുന്നത് എന്താ പറയാ, ഇമാലത്ത്. അപ്പൊ ഇമാലത്ത് എന്ന് എഴുതിയ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ഇടാം കേട്ടോ. അല്ലാത്തവർ മാർക്ക് ഇടണ്ട. നിങ്ങൾ ആൻസർ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ വേറെ ഓപ്ഷൻ ഉണ്ട്. ഉന്നത്ത് ശരിയല്ല, നമുക്കറിയാം ഉന്നത്ത് അതാണ് ശരിയല്ല. ഇവിടെ ഇസ്മാമും ശരിയല്ല. അപ്പൊ ഇസ്മാമ്, പക്ഷെ ഇസ്മാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇസ്മാമും വിമാനത്തും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല, ചില പ്രത്യേക പദങ്ങൾ എന്ന ആ പാഠഭാഗത്തിന് ചോദ്യം വരുന്ന ഓപ്ഷനായിട്ട് വരുന്നതുമാണ് ഒരു ഭാഗമാണ്. ഇസ്മാം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ലൊമ്മിനെ ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക, ചുണ്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക, അതിനാണ് എന്താ പറയാ, ഇസ്മാം എന്ന് പറയാം. ഓക്കെ, ഇതാണ് വന്ന ഒരു ചോദ്യം. ഏത് വർഷത്തിൽ? 2021 വന്ന ചോദ്യം. പാഠം 12 ഒരു ചോദ്യം ഇതിൽ വന്നിട്ടുമില്ല. 13 ഒരു ചോദ്യമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കട്ടോ. ഇതിൽ ഇത്രേ കാണുന്നുള്ളൂ.
ഓക്കെ, അപ്പോൾ 22 ഞാൻ ഈ അവസാനത്തെ 2-3 വർഷങ്ങളിലാണ് ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിൽ വ്യക്തമാക്കാം എന്നുള്ള ചോദ്യം ശ്രദ്ധിക്കണം. നിങ്ങൾ കാണുന്നുണ്ടാവില്ല അല്ലേ? വ്യക്തമാക്കാം എന്നുള്ള ചോദ്യത്തിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ 13ാമത്തെ പാഠത്തിലെ ചോദ്യങ്ങളാണ്. ശ്രദ്ധിക്കുക. കണ്ടോ, വ്യക്തമാക്കാം. ഇത് ഓപ്ഷൻ ഒന്നും ചേട്ടാ, നമ്മൾ എഴുതാനുള്ളതാണ്. അതായത് ഒന്നാം ചോദ്യം എന്താ അറിയോ, ഇത് നിങ്ങൾ നമ്പർ 2 എന്നിട്ടുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്നിട്ടുള്ളൂ. എന്താണ് ചോദ്യം? ഇതാണ്. അൽ കഹ്ഫ് സൂറത്തിലെ ലാകിന്ന ഹുവല്ലാഹു എന്നത് ഓതേണ്ടത്, ഉദ്ദേശിക്കുന്നത് ചേർത്തി ഓതേണ്ടത് എന്നാണ് കേട്ടോ. കാരണം രണ്ടും കൂടി നമുക്ക് ഏതൊരു സ്ഥലം ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു അലിഫായിട്ട് ലാകിന്ന, നമ്മൾ നേരത്തെ പുസ്തകങ്ങൾക്ക് വായിച്ചതാണത്, ലാകിന്ന എന്നാണ് ഓതുക. പക്ഷെ ഇവിടെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? അത് നിങ്ങളെ ആൻസർ എഴുതിക്കോളൂ, അറിയുന്ന ആളുകൾ എഴുതിക്കോളൂ. പുസ്തകത്തിൽ നോക്കി എഴുതരുത്, നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിലാണ് എഴുതേണ്ടത്. യെസ് ഓക്കെ കേട്ടോ. പുസ്തകം പറയാം, ഇത് കറക്റ്റ് ആണ്. അതായത് നിങ്ങൾ ചില പ്രത്യേക പദങ്ങൾ നിങ്ങൾ പുസ്തകത്തിലെ 4ാമത്തെ വാക്കാണ്, 4ാമത്താണ് അത് പറയുന്നുണ്ട്. എന്താണ്, നമ്മളത് നിർത്തുകയാണെങ്കിൽ വിഷയം നിങ്ങൾ ഇവിടെ എഴുതേണ്ടതില്ല. കാരണം ഇവിടെ നമുക്കറിയാം അവിടെ സ്ഥലമില്ല, നിങ്ങളെ പരീക്ഷ പേപ്പറിൽ കണ്ടാൽ തന്നെ അറിയാതെ. അപ്പൊ നമുക്ക് എന്താണ് പിന്നെ അവിടെ എഴുതേണ്ടത്? അവിടെ ചേർത്തി ഓതുകയാണ്. രണ്ട് ഭാഗവും കൊടുത്തിക്കണല്ലോ അല്ലെ. ലാക്കിന്ന എന്ന് കൊടുത്തിട്ടുണ്ട്, ഹുവല്ലാഹു എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടി ചേർത്തി ഓതുമ്പോൾ അങ്ങനെ ഓതണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ, നിങ്ങൾ എഴുതാൻ വേണമെങ്കിൽ ചേർത്തി പറയുമ്പോൾ എന്ന് എഴുതാം. ചേർത്തി പറയുമ്പോൾ ന എന്ന് നീട്ടാതെ ലാക്കിന്ന ഹുവല്ലാഹു എന്ന് പറയണം. അപ്പൊ ലാക്കിന്ന ഹുവല്ലാഹു എന്ന് എഴുതി കൊടുത്താൽ മതി. ആ ലാക്കിന്ന എന്നിടത്തൊരു അലിഫ് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് എഴുതി കൊടുത്താൽ മതി? ലാക്കിന്ന ഹുവല്ലാഹു എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. അതിന്റെ കറക്റ്റ് ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്താ, ചേർത്തി ഓതുമ്പോൾ ശേഷമുള്ള ഹുവല്ലാഹുമായി എന്ന് പറയേണ്ട ആവശ്യമില്ല, ചേർത്തി ഓതുമ്പോൾ എഴുതിയാലും മതി. അപ്പൊ ശേഷമുള്ള ഹുവല്ലാഹുമായി എന്ന് എഴുതിയാൽ സ്ഥലം ഉണ്ടെങ്കിൽ അതും കൂടി എഴുതിയാൽ ഉഷാറാവും. അപ്പൊ ഹുവല്ലാഹ് എന്നും കൂടി കൂട്ടി ലാക്കിന്ന പ്ലസ് ഹുവല്ലാഹു രണ്ടും കൂടി ചേർത്തി ഓതുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കുക? ലാക്കിന്ന നീട്ടുവോ? ഇല്ല, ലാക്കിന്ന ഹുവല്ലാഹു എന്നേ പറയുള്ളൂ. അപ്പൊ ആ രൂപത്തിലാണ് നിങ്ങളുടെ ആൻസർ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി തൊട്ടടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളതാണ്? ഇതുപോലെ ചെയ്യാനുള്ളതാണ്. ഇതേ പാടുന്ന ചോദ്യമാണ്. അടുത്ത നമ്പർ ഇട്ടോളൂ, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടോളൂ. ഓക്കെ, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ അൽക്കഹഫ് സൂറത്തിൽ ലാക്കിന്ന ഹുവല്ലാഹു എന്നത് ഓതേണ്ടത് ലാക്കിന്ന ഹുവല്ലാഹു എന്ന് എഴുതി കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അവർക്കൊരു മാർക്ക് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓത് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട കെലിമത്ത് കണ്ടോ. അപ്പൊ ചോദ്യം ഒന്നെ കാര്യം, പക്ഷെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും പരീക്ഷയ്ക്ക്. ഇവിടെ ഇപ്പൊ ചോദിച്ചെന്താണ്, നേരത്തെ നമുക്ക് ലാക്കിന്ന ഹുവല്ലാഹു എന്നുള്ള വാക്ക്, ആ കെലിമത്ത് നമുക്ക് തന്നു അല്ലെ. എന്നിട്ട് ഇവിടെ എങ്ങനെ ഓതേണ്ടതെന്ന് ചോദിച്ചത്. ഇപ്പോൾ അങ്ങനെയല്ല ചോദിക്കണം. ഹൂദ് സൂറത്തിലെ ഇമാലത്ത് നിയമം ഇവിടെ പറഞ്ഞു, ഇമാലത്താക്കി, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏകാര സ്വരത്തിൽ ഉച്ചരിക്കല്ലേ. അപ്പൊ അങ്ങനെ ഹൂദ് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട കെലിമത്ത് അഥവാ ഏകാര സ്വരത്തിൽ ഓതേണ്ട ആ വാക്ക് ഏതാണെന്നാ ചോദിച്ചത്. അപ്പൊ അറിയുന്ന ആളുകൾ ആൻസർ എഴുതിക്കോളൂ. പറഞ്ഞ സമയം തരാം, അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. ഹൂദ് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട ആ വാക്ക് കെലിമത്ത് ഏതാണ്? ഇമാലത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ വാക്ക് ഓടി വരണം കേട്ടോ. ഓക്കെ, നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരുന്നു അല്ലേ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ചില പ്രത്യേക പദങ്ങൾ എന്ന പാഠഭാഗത്തിൽ 2ാമത്തെ ആ വിഷയമാണ് കേട്ടോ. ഹൂദ് സൂറത്തിലെ 41 ആയത്തിൽ ബിസ്മില്ലാഹി മജ്റഹ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ബിസ്മില്ലാഹി മജ്റഹ. ബിസ്മില്ലാഹി എഴുതിയിട്ടില്ലെങ്കിലും മജ്റഹ എന്ന് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഏതാണ് ഇമാലത്താക്കി ഓതേണ്ട കെലിമത്ത് എന്ന് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്താണ് എഴുതേണ്ടത്? മജ്റഹ. നിങ്ങളൊക്കെ പുസ്തകത്തിലുണ്ടാവും മജ്റഹ. ഇവിടെ മജ് റാഹ എന്നല്ല രീഹ എന്നല്ല. എങ്ങനെ നമ്മൾ ചെരിച്ചിട്ടാണ് ഇവിടെ ഉച്ചരിക്കേണ്ടത് അല്ലേ. നമ്മള് അറബി മലയാളത്തിലാകുമ്പോൾ ഇങ്ങനെ ഏകാരുണ്ട്, ഇങ്ങനെ ഈ രൂപത്തിൽ.
കേട്ടോ. പക്ഷെ ഖുർആനിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല, ഫാത്തിഹ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്താ ഓതേണ്ടത്? മജ്രേഹ എന്നാണ് ഓതേണ്ടത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ആൻസർ, ഇതിന്റെ ആൻസർ എന്താ വെച്ചാൽ മജ്രേഹ എന്നുള്ള വാക്കാണ് കേട്ടോ. അങ്ങനെ എഴുതിയ കുട്ടികൾക്ക് മാത്രം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാർക്കിടാം. ഓക്കെ. ഈ രണ്ട് ചോദ്യങ്ങളാണ് 13ാമത്തെ പാഠത്തിൽ നിന്ന്. ഇനി നമ്മൾ 12ാമത്തെ പാഠം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ 12ാമത്തെ പാഠം നോക്കുക. അതിൽ നിന്ന് വന്ന ചോദ്യം കൂടി ഈ ചോദ്യപേപ്പറിലുണ്ട്. ഇവിടെ അടിയിൽ കണ്ടോ, പൂരിപ്പിക്കാനാണ്, പൂർത്തിയാക്കാനാണ് കേട്ടോ. ഓക്കെ, കണ്ടോ ഈ ചോദ്യം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാട്ടോ, ശ്രദ്ധിക്കണേ. അതായത് പാഠം 12-ലെ ആദാബു മുസ്തമിൽ ഖിറാഅത്ത് ശ്രദ്ധിച്ച് കേൾക്കുന്നവരുടെ മര്യാദകൾ എന്ന ഈ പാഠഭാഗത്തു നിന്ന് നിരന്തരം ആവർത്തിച്ചുന്ന ഒരു ചോദ്യമാണിത്. കണ്ടോ, വൈദ ഡാഷ് അൽ ഖുർആനു ഡാഷ് ലഹു ഡാഷ് ലഅല്ലക്കും തുർഹമൂൻ. അപ്പൊ ഭാഗങ്ങൾ നിങ്ങൾ പൂരിപ്പിച്ചെടുക്കാനാണ്. നിങ്ങൾക്ക് നേരത്തെ ആയത്തൊക്കെ ഓതി തന്നി ഭാഗം വായിച്ചിട്ട് ഉസ്താദ് കുറച്ചു നേരം ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, എരികൊള്ളട്ടോ, കുറഞ്ഞ സമയം തരാം. ഇത് 3 അടയാളപ്പെടുത്തിയ ഭാഗം ശ്രദ്ധിക്കുക, അതാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് കേട്ടോ. വൈദ ഡാഷ് അൽ ഖുർആനു ഡാഷ് ലഹു ഡാഷ് ലഅല്ലക്കും തുർഹമൂൻ. അപ്പൊ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, ഈ വിട്ട ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പൂരിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, കുറച്ചു നേരം കുറഞ്ഞ സമയം തരാം. പഠിച്ച കുട്ടികൾക്ക് വേഗം കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയത്താണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയത്ത് കൂടിയാണ്. അതും അതിൻ്റെ അർത്ഥമൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് സമയം കഴിയാം കേട്ടോ. ഓക്കെ. ഓക്കെ, നിങ്ങൾ എഴുതിയത് ഒന്ന് നോക്കുക, ഉസ്താദ് ഒരു പറഞ്ഞുതരാം. ഇതാ ഖുർആ എന്നാണ് വേണ്ടത്. ആദ്യത്തെ വാക്ക് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് ഖുർആ എന്നാണ്. ഇതാ ഖുർആൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. കണ്ടോ, അപ്പൊ നിങ്ങൾ ആദ്യം എഴുതി കൊടുക്കേണ്ട ഇതാ ഖുർആൽ ഖുർആനു കേട്ടോ. വൈദാ ഖുർആൽ ഖുർആൻ. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് ഖുർആ എന്നെഴുതിയ കുട്ടികൾക്ക് മാർക്കിടാം. ഇവിടെ ഇങ്ങനെ ഈ പേനോട് ഇതിനോട് വലിയ കട്ടിയിലാണ് കാണാം, അപ്പോൾ ക്ലിയർ കുറവുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഖുർആൻ, അത് കഴിഞ്ഞിട്ട് വൈദാ ഖുർആൽ ഖുർആൻ ഫസ്തമിഉ എന്നാണ് പിന്നെ വേണ്ടത്. ഫസ്തമിഉ എന്ന് എഴുതുക. അപ്പൊ ഖുർആൻ എഴുതിയാൽ തന്നെ ഒരു മാർക്കാവും. ഫസ്തമിഉ എന്ന് എഴുതിയാൽ വേറെ ഒരു മാർക്കും കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഫസ്തമിഉ. പിന്നെ ഫസ്തമിഉ ലഹു കഴിഞ്ഞിട്ട് അതിന്റെ മുമ്പ് ഉണ്ടെന്ത് വഅൻസിതു എന്നുണ്ട്. ഇവിടെ പിന്നെ രണ്ടാമത് ഇവിടെ വിട്ടത് വഅൻസിതു. ഇങ്ങനെ എഴുതിയ കുട്ടികൾ ആരുണ്ടോ അവർക്ക് എന്ത് ചെയ്യാം, മാർക്ക് കേട്ടോ. വഅൻസിതു അടിപ്പോളി ഇടാണ്ട് നമ്മളിങ്ങനെ എഴുതുമ്പോൾ ഉള്ള പ്രയാസമാണ്. ഓക്കെ, അപ്പൊ വൈദാ ഖുർആൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. ഇതൊക്കെയാണ് അവിടെ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ശ്രദ്ധിക്കുക. ഈ ആയത്ത് ഒരുപാട് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥങ്ങളും ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. അർത്ഥവും ഇതിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങളത് സശ്രദ്ധം കേൾക്കുകയും ശാന്തരായിരിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം വർഷിക്കപ്പെടാനായി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് 2022 വന്ന ക്വസ്റ്റ്യൻസ്. 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഓക്കെ, 2023 ക്വസ്റ്റ്യൻ ആണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, 2023 ശരി അടയാളപ്പെടുത്താം എന്നുള്ള ചോദ്യം കാണിച്ചാൽ അതിൽ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ശ്രദ്ധിക്കുക. ഇതിൽ ശരി അടയാളപ്പെടുത്താം എന്നുള്ള ചോദ്യം കണ്ടല്ലോ. ഓക്കെ, ഇതിൽ ചോദ്യം എന്താണ്? 5ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾക്ക് ഇതാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എന്താണ് ഇതിൽ 5ാമത്തെ ക്വസ്റ്റ്യന്? നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇപ്പോഴത്തെ നമ്പർ ഇട്ടാൽ മതി കേട്ടോ, നിങ്ങൾ ഇതിന്റെ ബാക്കി. അപ്പൊ ചോദ്യം ഇതാണ്, അടയാളത്തിൽ കാണിച്ചു തരാം, അറിയാത്ത ആളുകൾക്ക് ശ്രദ്ധിക്കാം. പിന്നെ ഉണ്ടോ, ഫത്ഹിന്റെയും കസറിന്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കൽ. നമ്മൾ നേരത്തെയും ചോദ്യത്തിൽ വന്നിരുന്നു, ആവർത്തിച്ചെന്ന ചോദ്യമാണ്. ഏകാര സ്വരത്തിൽ ഉച്ചരിക്കാന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു വാക്കുണ്ട് വരണം അല്ലെ, ബിസ്മില്ലാഹി എന്ന് തുടങ്ങുന്ന അല്ലെ. അതിലപ്പോൾ ചോദിച്ചെന്താണ്? ഫത്ഹിന്റെയും കസറിന്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കൽ. അതിനൊരു പേരുണ്ട് അല്ലെ, ബിസ്മില്ലാഹി മജ്രേഹ. മജ്രേഹയിലെ റായിനാണ് ഇമാരത്താക്കുന്നത്. അപ്പൊ അവിടെ ചോദിക്കുകയാണെന്ത്?
ഇങ്ങനെ ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുന്നതിന്റെ വിധി എന്താണ്? ഇത് മനസ്സിലായോ? അതായത് ഇഷ്മാം എന്ന ഫത്തഹിന്റെയും കെസറിന്റെയും ഇടയിലെ ഏകാര സ്വരത്തിൽ ഉച്ചരിക്കൽ അതിന് ഇഷ്മാം എന്നാണോ പറയാ, ഇമാലത്തി എന്നാണോ പറയാ, ഇഖ്ലാബ് എന്നാണോ പറയാ? അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്തിക്കോട്ടോ. ആരും പറയേണ്ടതില്ല, പറഞ്ഞാൽ കേൾക്കൂല, നമ്മൾ മൈക്ക് മ്യൂട്ടാണല്ലോ അല്ലേ? ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയിട്ട് അത് കുറച്ച് കഴിഞ്ഞ് ആൻസർ പറയും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആണോ നോക്കിയാൽ മതി. കറക്റ്റ് ആണെങ്കിൽ ഒരു മാർക്ക് ഇടാം. ഫത്തഹിന്റെയും കെസറിന്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കൽ ഇതിനെന്താണ് പറയാ? കണ്ടോ, ഇതാണ് ചോദ്യം. ഇസ്മാമാകെ ഇസ്മാം എന്ന് പറയാം, ഇമാലത്താണെങ്കിൽ ഇമാലത്ത് എന്ന് പറയാം, ഇഖ്ലാബ് ആണെങ്കിൽ ഇഖ്ലാബ് എന്ന് പറയാം. ഓക്കെ, എല്ലാവരും എഴുതിയിട്ടുണ്ടാവല്ലോ അല്ലേ? യെസ്, ഏതാണ് കറക്റ്റ് ആൻസർ? ഏതൊരു കറക്റ്റ് ആൻസർ പറഞ്ഞത്? ഏകാര സ്വരം കേൾക്കുമ്പോൾ തന്നെ ഇമാലത്ത് അല്ലേ? ഇമാലത്ത് എന്നുള്ളതാണ് ശരി. അങ്ങനെ എഴുതിയ കുട്ടികൾക്ക് മാർക്ക് ഇടാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇമാലത്ത് വരുമ്പോൾ തന്നെ ഇസ്മാം ഉണ്ട്. ഇസ്മാം എന്നാൽ എന്താണ്? ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക, ചുണ്ട് ഇങ്ങനെ കൂട്ടി പിടിക്കുക. അതിനാണ് എന്താ പറയാ? ഒരു ലൊമ്മ് ഉച്ചരിക്കുമ്പോൾ നമ്മൾ ചുണ്ട് കൂർപ്പിക്കുമല്ലോ, ഒരു രൂപത്തിൽ, കൂർക്കുന്ന രൂപത്തിൽ, അതായത് കൂട്ടിപ്പിടിക്കുന്ന രൂപത്തിൽ. അത് അങ്ങനെ സൂചിപ്പിച്ച് പറയുന്നതിനാണ്, ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക, ഇതിനാണ് ഇഷ്മാം എന്ന് പറയാം കേട്ടോ. അത് രണ്ടും മാറരുത്. ഒന്ന് ഇമാലത്ത് പറഞ്ഞാൽ ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ് റായിനെ. അതിന്റെ വാക്യം അതാണ്, ബിസ്മില്ലാഹി മജരേഹ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇതിപ്പോ 13ാമത്തെ പാഠത്തിലെ അല്ലെ ചോദ്യമാണ് നമ്മളിപ്പോ വായിച്ചത്. ഇനി നമ്മൾ ഈ 2023 തന്നെ പാഠം 12-ലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആ ചോദ്യം കൂടി കാണിച്ചു കേട്ടോ. ഏതാണത്? ഇതാ കണ്ടോ, പൂർത്തിയാക്കാം. അതിന്റെ തൊട്ടടി തന്നെ കണ്ടോ, വൈദാ ഖുരിഅ ഡാഷ്. അത് പൂർത്തിയാക്കാനാണ് നമ്മളിപ്പോ ചോദ്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോ അത് നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പറഞ്ഞു നോക്കിയാൽ എന്തായിക്കാരം? ഇതാ ഖുരിഅ ഡാഷ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഡാഷ് ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാൻ വന്നിരുന്നു അല്ലേ? അത് നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞത്. ഈ ഒരു ആയത്ത് നിങ്ങൾ മനപ്പാടാക്കി വെക്കാൻ മക്കളെ. ഇതിന്റെ അർത്ഥവും മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്ന ചോദ്യമാണ്. ഏതാണത്? വൈദാ ഖുരിഅൽ ഡാഷ്, വൈദാ ഖുരിഅൽ ഖുർആൻ. ഇവിടെ ഖുർആൻ എന്നാണ് വേണ്ടത്. ഫസ്തമിഉ ലഹു. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. അൻസിത്തു, നിങ്ങൾ ശാന്തരായിരിക്കുക. പിന്നെന്താ പറയുന്നത്? നിങ്ങൾക്ക് കാരുണ്യം വർഷിക്കപ്പെടാനായി. അപ്പോൾ എന്താണ്? അൻസിത്തുകൊണ്ട് ലഅല്ലക്കും. ഇവിടെ ലഅല്ലക്കും എന്നുള്ള വാക്ക് മാത്രം വിട്ടത്. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് കാരുണ്യം വർഷിക്കപ്പെടാനായി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. തുർഹമൂൻ വരെ. ഓക്കെ, അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഈ ഭാഗത്ത് നിന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2023 എന്ന ക്വസ്റ്റ്യനും നമ്മൾ ചർച്ച ചെയ്തു അല്ലേ? ഇനി നമുക്ക് 2024 എന്ന ക്വസ്റ്റ്യനും കൂടി ജസ്റ്റ് നോക്കാം. വേറെ ഉണ്ട് കേട്ടോ, നമ്മൾ ഗൾഫ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. നമ്മൾ ഞെല്ലുംപാട് നമ്മൾ അതിന് നമുക്ക് സമയത്തിനനുസരിച്ച് നമുക്ക് ചർച്ചയും ചെയ്യാം. ഈ നമുക്ക് ഇപ്പൊ തൽക്കാലം പിന്നെ 2024 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമുക്ക് ജസ്റ്റ് ചർച്ച ചെയ്യാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതാണ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടോ കേട്ടോ. ഇതിലും ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളിപ്പോ നേരത്തെ ആവർത്തിച്ചു ചെന്ന ചോദ്യം ശ്രദ്ധിക്കണേ. ഇതുണ്ട്, അലാമത്ത സ്വഹീഹി അലൽ മുനാസിബി. അനുയോജ്യമായതിന് നേരെ ശരിയുടെ അടയാളം അഥവാ ടിക്ക് ഉണ്ടോ, ബ്രാക്കറ്റ് ഇട്ടുണ്ടല്ലേ ഒരു വട്ടത്തില്, ആ ടിക്ക് ഇടാൻ. സ്വഹീഹ് പറഞ്ഞാല്, അലാമത്ത സിഹഹി എന്ന് പറഞ്ഞാല് ടിക്ക് ഇടാൻ കേട്ടോ. ശരിയായതിന്റെ നേരെ അതിന്റെ മുകളിൽ എന്ത് ചെയ്യുക, ടിക്ക് ഇടാൻ. അപ്പൊ നമ്മള് ഇതില് ലിസാന്റെ ചോദ്യവും അതേപോലെ തന്നെ തജ്വീദും കൂടി മിക്സ് ആയിട്ട് വന്ന ചോദ്യപേപ്പറാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഇതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതണ്ടേ. നിങ്ങൾ എഴുതിക്കോളൂ, ചെറിയ ചോദ്യം കൊണ്ട് എഴുതിക്കോളൂ. ചോദ്യം നമ്പർ ഇട്ടോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടൽ. ഇതിനെന്താണ് അറബി പറയാ? തജ്വീദിന്റെ നിയമപ്രകാരം ഇഷ്മാം എന്നാണോ, ഇമാലത്തി എന്നാണോ, ഇത്ബാഖ് എന്നാണോ? എഴുതിക്കോളൂ, ആൻസർ എഴുതിക്കോളൂ. ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടൽ, ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടൽ, ഇതിനെന്താ പറയാ? എഴുതിക്കോളൂ.
വളരെ സിമ്പിളായ ചോദ്യമാണ് അല്ലേ? ഓക്കെ. അപ്പൊ ചുണ്ട് പിന്നെ ലൊമ്മിനെ സൂചിപ്പിച്ച് ചുണ്ട് കൂട്ടുന്നതിന് പറയുന്ന പേര് ഇവിടെ ആൻസർ എഴുതി തരാൻ ശ്രദ്ധിക്കുക. ഇതാ ഇഷ്മാം എന്നാണ് അതിന്റെ ആൻസർ. കണ്ടോ? കഴിഞ്ഞ ഇതിന് തൊട്ടുമ്പത്തെ വർഷത്തെ ചോദ്യം ഇമാലത്തിനെ കുറിച്ച് ചോദിച്ചല്ലേ? ബിസ്മില്ലാഹി മജ്റേഹ, അവിടെയുള്ള റായിന് എന്താണ് ചെയ്യണത്? ഇമാലത്താണോ ഇഷ്മാമാണോ? ഓത് സൂറത്തിലാണ് ചോദിച്ചില്ലേ? യെസ്. എന്നതുപോലെ ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക, ഇതിനെന്താണ് അറബി പറയാ? ഇഷ്മാം എന്നാണോ ഇമാലത്ത് എന്നാണോ? അപ്പൊ ഇഷ്മാം എന്ന് പറഞ്ഞു. ഇഷ്മാം എന്ന് എഴുതിയ കുട്ടികൾക്ക് ഒരു മാർക്ക് കേട്ടോ. ഇഷ്മാം എഴുതിയ കുട്ടികൾക്ക് ഒരു മാർക്ക്. ഓക്കെ. ഇനി ഇതിൽ വന്ന 2024 പിന്നെ ഒരു ക്വസ്റ്റ്യന് നമ്മൾ 12ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് കാണിച്ചു തരാം, ശ്രദ്ധിക്കാം. ഇതിൽ കണ്ടോ 9ാമത്തെ ചോദ്യം കണ്ടോ നിങ്ങൾ? അരിബു, നമുക്ക് അറബിയാക്കാം. അപ്പൊ ഒരു ചോദ്യം തന്നെ വ്യത്യസ്ത രൂപത്തിൽ വന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. മക്കളെ ശ്രദ്ധിക്കണേ. അരിബു നമുക്ക് അറബിയാക്കാം എന്നാണ് കേട്ടോ. കാണുന്നുണ്ടല്ലോ, ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ എഴുതാൻ. ഇതിന്റെ അറബി നിങ്ങൾ എഴുതാണ്. ഇതൊരു ഹദീസാണ് നമ്മൾ ഈ 12ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട്, അതായത് ആദാബ് മുസ്തമിൽ ഖിറാഅത്ത് ഓത്ത് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്കുള്ള പിന്നെ എന്താണ് മര്യാദകൾ എന്ന പാഠഭാഗത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഈ ഹദീസ്, ഈ ആയത്താണ് ഖുർആനിലെ ആയത്ത് അല്ലെ? അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ വർഷവും ഇത് ആവർത്തിക്കുന്നു. ഓക്കെ മക്കളെ, ജസ്റ്റ് ഒരു കോൾ വന്നാണ് കേട്ടോ, സോറി. ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് പോയിട്ട് തരാം. അത് എന്ത് ചെയ്യും, ലെഫ്റ്റ് അടിച്ചു വരാം. ഓക്കെ. മക്കളെ, ഞാൻ ഉസ്താദിന് പ്രധാനപ്പെട്ട കോളേജ് എടുത്താണ്. അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് 2024 വന്ന അവസാനത്തെ ക്വസ്റ്റ്യൻ, ഈ 12ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട് വന്ന ഈ ക്വസ്റ്റ്യൻ, ഇതിന് ആൻസർ നിങ്ങൾ എഴുതിക്കൊള്ളു മക്കളെ. എന്താണ് ചോദ്യം? നുഅരിബു, നമുക്ക് അറബിയാക്കാം. അതായത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ആയത്തിന്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആയത്ത് ഏതാനാണ്? എന്താണ് ചോദ്യം? ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധ കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക. ഇതിന് ആൻസർ എഴുതിക്കോളൂ. നമ്മളെ സമയം തീരാനായിട്ടുണ്ട് കേട്ടോ. ഇതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പാഠഭാഗത്തു നിന്ന ചോദ്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചർച്ച ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പാഠം ഫുള്ള് കവർ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമുക്ക് തജ്വീദോടെ ഇതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ആൻസർ ചർച്ചയിൽ അവസാനിപ്പിച്ച് അടുത്ത ഒരു വിഷയം നമുക്ക് എടുക്കും വേണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ലിസാനിൽ കുറച്ച് ഭാഗം കൂടി ഉണ്ട്, എന്നാൾ പറഞ്ഞിരുന്നു, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക. ഇതിന്റെ അറബി, ഇതിന്റെ ആയത്ത്. ഓക്കെ, നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടോ വിചാരിക്കുന്നു. ഒന്നുകൂടി പറയട്ടെ, എന്താണ് അതിന്റെ അറബി? നമ്മൾ ആദാബു മുസ്തമിൽ ഖുർആൻ എന്ന പാഠത്തിലുണ്ട് വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. അപ്പോൾ എല്ലാവരും പഠിച്ചു വെക്കേണ്ടത്, അത് ഒരുപാട് ആവർത്തിച്ചെന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ അർത്ഥം എന്ത്? ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങളത് സശ്രദ്ധം കേൾക്കുകയും ശാന്തരായിരിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം വർഷിക്കപ്പെടാനായി.
ഓക്കെ ഓക്കെ. പിന്നെ മക്കളെ അപ്പൊ ശ്രദ്ധിക്കുക, ഇത്രയും ഭാഗമാണ് ഈ രണ്ട് പാഠങ്ങൾ. ഇനി നമ്മള് അവസാനത്തെ പാഠമുണ്ടല്ലോ, എന്താണ് പാഠം നമ്മൾ പറഞ്ഞിരുന്നു, ഖത്മുൽ ഖുർആൻ. അതുമായി വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ഈ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യമുണ്ട്. ഇതാ കണ്ടോളൂ, കണ്ടില്ലേ, നുക്കമ്മിലു. ഇതോട് ചർച്ച ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാറായിട്ടോ. നോക്കിയോ, ശ്രദ്ധിക്കാം, നുക്കമ്മിലു കണ്ടോ, നമുക്ക് പൂരിപ്പിക്കാം എന്നാണ് അതിന്റെ അർത്ഥം. കണ്ടോ, വ എന്നിട്ടൊരു അലിഫ്ലാം ഉണ്ട് അല്ലേ. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഈ അവസാനത്തെ പറഞ്ഞ ചോദ്യമാണത്. വ ഡാഷ്, വ ഡാഷ് കണ്ടോ, വൽ വൽ എന്നാണ്, ഒരു വാവുണ്ട് അലിഫ്ലാമുണ്ട്, പിന്നെ ഡാഷ് വിട്ട് വയ്ക്കണം, അവിടെ പൂരിപ്പിക്കണം, ഇവിടെ പൂരിപ്പിക്കണം. പിന്നെ മുതൽ ഇവിടെ വിട്ട് വയ്ക്കണ്, വരെയുള്ള ഡാഷ്, അവസാനം ഡാഷ്, സല്ലൽ സുന്നത്താണ്. അപ്പൊ ഈ വിട്ട ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, 4 വാക്കുകൾ നിങ്ങൾ വിട്ടേക്കണം, അത് എന്ത് ചെയ്യാം, എഴുതുക. ആരാണ് എഴുതി നോക്കട്ടെ, എല്ലാവരും എഴുതിക്കോളൂ. അവസാനത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, ഇത് നമ്മളെ ഖത്മുൽ ഖുർആൻ പാഠഭാഗത്തുനിന്ന് വന്ന ചോദ്യമാണ്. നിങ്ങൾ ആരും നോക്കി എഴുതണ്ട, നിങ്ങൾക്ക് പോയിന്റ് ഒക്കെ പറഞ്ഞു തന്നിരുന്നു, ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പൊ എഴുതിക്കോളൂ, വാ മുതൽ, വാവുണ്ട് അലിഫ്ലാമുണ്ട്, ഒരു സൂറത്തിന്റെ പേരാണെന്ന് അർത്ഥം, അത് മുതൽ ഇന്നാലിനത് വരെയുള്ള. അപ്പൊ അവിടെ വേറെ എന്തോന്ന് വിട്ടുപോയിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതി കൊടുക്കുക. ഡാഷ് അവസാനം ഡാഷ് ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ ഇവിടെയൊക്കെ എന്തായിട്ടുണ്ട്, വിട്ടുപോയ വാക്കുകളൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കുക കേട്ടോ. കുറഞ്ഞ സമയം തരാം. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഉസ്താദിന് ആൻസർ പറയാം. ആൻസർ ശരിയ ആളുകൾ മാത്രം എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യട്ടോ. വാന്ന് കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് വല്ലുഹ കേട്ടോ. വല്ലുഹ മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം എന്ത് ചൊല്ലൽ സുന്നത്താണ്? ആ, തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇത് ഉസ്താദ് നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾക്ക് നമ്മൾ ആ പാഠഭാഗത്തിന് അവസാനം, പിന്നെ അവസാന പാഠമുണ്ടല്ലോ, അതായത് ഖുർആൻ എന്ന പാഠം, ഇതാ ഈ പാഠം കണ്ടോ കണ്ടോ, വല്ലുഹ മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. വല്ലുഹ മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ അത് ചിലപ്പോൾ വന്ന് ചോദ്യം കേട്ടോ. അത് ഈ ആൻസർ എഴുതിയ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് കേട്ടോ. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ഇതിൽ വരാൻ സാധ്യതയുള്ളത്, ഇനി വരാത്തതുകൊണ്ട് ഇനി വരാൻ സാധ്യത ചോദ്യമാണ് മുകളിൽ ഇട്ടിട്ടുള്ളത്. അത് വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുകൊണ്ടെന്ന് അറിയില്ലട്ടെ, എന്നാലും ഞാനൊരു പോയിന്റ് ആയിട്ട് എഴുതിയാണ്. കാരണം ഈ പാഠഭാഗത്തിൽ ആകെ ഈ 2-3-4 വരിയേ ഉള്ളൂ, ഈ 4 വരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഖത്മുൽ ഖുർആൻ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് സൂറത്തുൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെ മുസ്ഹഫിലെ തീർത്ത് ഓതുന്നതിന് ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നു. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ തീർത്തവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു നമ്മള്? വീണ്ടും ഫാത്തിഹയും അൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്തും ഓതി അടുത്ത ഖത്മ് തുടങ്ങി വെക്കലും ദുആ ചെയ്യലും അനിവാര്യമാണ്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണ്ടിട്ട് മക്കളെ. ഈ 4 വരി എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഖത്മുൽ ഖുർആൻ നിങ്ങൾക്ക് അത് മാത്രമേ എഴുതാനുള്ളൂ. നിങ്ങൾ പോയിന്റ് ആയിട്ട് 4 പോയിന്റ് ആയിട്ട് എഴുതിയേക്ക് കേട്ടോ. ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നു എന്തിന്, അതിന്റെ ആൻസർ ആയിട്ട് ഒന്നാമത്തെ വരി നിങ്ങൾ സ്റ്റാർ ഇട്ടിട്ട് പോയിന്റ് ആക്കി എഴുതി വെക്കുക. നിങ്ങൾ തന്നെ എഴുതുമ്പോൾ എന്താവും, നിങ്ങൾക്കത് എഴുതുമ്പോൾ തന്നെ മനസ്സിൽ അതിങ്ങനെ പതിയും, ഒരു ഓർമ്മ ഉണ്ടാവും. ചില കുട്ടികൾ എഴുതുമ്പോൾ ശ്രദ്ധ ഇല്ലാതെ എഴുതും, അങ്ങനെ എഴുതരുത്. നമ്മൾ എഴുതുന്നത് എന്താണ് നമ്മൾ വായിക്കുക, വായിച്ച് എഴുതുമ്പോൾ നമുക്കത് മനസ്സിലാവും അല്ലേ. അപ്പൊ മനസ്സിലാക്കി എഴുതുമ്പോൾ ഒന്നുകൂടി മനസ്സിൽ തറവാവും. ഓക്കെ, നമ്മൾ സമയം ഇവിടെ ഏറെക്കുറെ ആയിട്ടുണ്ട് മക്കളെ, 6 മണി അല്ലേ. ഇൻഷാ അല്ലാഹ് അപ്പൊ നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. പിന്നെ ഇതാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഇങ്ങനെ ഖത്മുൽ ഖുർആൻ തീർത്തവൻ എന്ത് ചെയ്യണം? വീണ്ടും ഫാത്തിഹയും അൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്തും മോദി അടുത്ത ഖത്മ് തുടങ്ങി വെക്കലും ദുആ ചെയ്യലും അനിവാര്യമാണ്. അതൊരു പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോളൂ. ഇതുവരെ പരീക്ഷയ്ക്ക് വന്നിട്ടില്ലെങ്കിലും വരാം. പിന്നെയുള്ള പിന്നീട് വന്നൊരു ചോദ്യമാണത്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ കണ്ടു. വല്ലുഹ മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം എന്ത് ചൊല്ലൽ സുന്നത്താണ്? തക്ബീർ ചൊല്ലൽ സുന്നത്താണ്.
അൽഹംദുലില്ലാ, നമ്മൾ ഇതോടുകൂടെ തജ്വീദ് ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് ലിസാനിൽ അല്പം കൂടി ചർച്ച ചെയ്യാണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ അടുത്ത റൗണ്ടിൽ ചെയ്യാം ഇൻഷാ അല്ലാ. നാളത്തെ വിഷയം ഒരുപക്ഷെ താരീഖായിരിക്കും, നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ തജ്വീദിലൊക്കെ കഴിഞ്ഞതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തൊക്കെ, ഇത് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഹോംവർക്കുകൾ ഈ 3 പാഠഭാഗത്തിലും ഇതിൽ അടയാളപ്പെടുത്തിയ ഭാഗം നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് ആക്കി എഴുതുക. അല്ലാത്തതും പോയിന്റായി തോന്നുന്നതൊക്കെ സ്റ്റാർട്ട് നിങ്ങൾ എഴുതി വെക്കുക. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തല്ലോ, ഇതിൻ്റെയൊക്കെ മാർക്ക് കൂട്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ രക്ഷിതാക്കളെ കൊണ്ട് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തി നമ്മുടെ ഗ്രൂപ്പിലേക്ക് അത് അയക്കുകയും വേണം കേട്ടോ ഇൻഷാ അല്ലാ. അപ്പം നമ്മളിവിടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കാണ്. 6 മണി കഴിഞ്ഞാലല്ലേ? ഓക്കെ. അപ്പം ഇൻഷാ അല്ലാ 6 മണി ആയതുകൊണ്ട് നമ്മൾ സ്വലാത്തല്ലേ മക്കളെ, സ്വലാത്തല്ലല്ലോ ഇൻഷാ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി